പ്രപഞ്ചവും പ്രകൃതിയും ജീവജാലങ്ങളുമായുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, ധർമ്മത്തിൻ്റെ സന്ദേശമാണ് സ്വാമി അയ്യപ്പചരിതം. സന്ദേശചിത്രമായ തത്വമസി ലോക നന്മയ്ക്കായി ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊള്ളുന്നു. स्पर्शरूपरसगन्धा मे शुद्ध्यन्ताम् मनोबुद्धिरहङ्कारच्चित्तं मे शुद्ध्यन्ताम् प्राणापानव्यानोदानसमानो मे शुद्ध्यन्ताम् त्वक्चर्म मांसरुधिरमेदो मज्जास्थानो मे शुद्ध्यन्ताम् शिरः पाणिपादपार्श्वपृष्ठोरुदरजङ्गशिष्णोपस्तवायो मे शुद्ध्यन्ताम्. स्वामि शरणम् ఈశసుదనయ్య విష్ణుసుదనయ్య శబరిగిరివాస గిరివాస వనవాస అయ్యనయ్య. ఈశసుదనయ్య విష్ణుసుదనయ్య శబరిగిరివాస గిరివాస వనവാസ അയ്യനയ്യ. ഇരുമുടി കെട്ടുമെന്തി വരുന്നവരെ ഇരുകരം നീട്ടി പുണരണമേ, ഗിരിനിരകൾ ശ്രീലകമായി വാഴ്വവനേ അയ്യപ്പ. ഈശസുതനയ്യ വിഷ്ണുസുതനയ്യ ശ്രീ ശബരിവാസ. സ്വാമിയെ കൈതൊഴം പെരുമേനി കേട്ടതുള്ളുന്നൊരൻ പാപങ്ങൾ പോക്കിടേണമയ്യ സ്വാമിയേ ശരണയ്യപ്പ. ഗണനാഥൻ ഗുണമേകിയിന്നരുളേണം, ഗുരുനാഥൻ വരം നൽകിയിന്നലിയേണം, ഗിരിയേറാൻ ബലം കാലിനിന്നേകേണം, ഗിരിനാഥ തുണയ്ക്കേണമിന്നടിയനെ നീ. നിൻ കളഭമുഴുക്കാപ്പിൽ പൊൻരൂപം കാണാനായി എൻ കാരുണ്യരൂപ നിന്നാനന്ദ ഭാവങ്ങൾ മകര സംഗമ ദീപാവലിയായി കണ്ണിൽ വിളങ്ങണം, ഉള്ളിൽ വിളങ്ങണം അയ്യനയ്യനയ്യനയ്യനയ്യനയ്യനയ്യനയ്യനേ. ഈശസുതനയ്യ വിഷ്ണുസുതനയ്യ ശബരിഗിരിവാസ. പുലിയെല്ലാം വനം തന്നിലിന്നലറുമ്പോ, കലികാലം മുന്നിൽ വന്നു ഞാൻ വലയുമ്പോ, ഇലമൂടും മലങ്കാട് ഞാൻ താണ്ടുമ്പോൾ, 18-ാം പടി കെട്ടിന്നു കേറുമ്പോൾ, ഈ കന്നിമലക്കാർക്ക് പൂക്കണിയായി നിൽക്കില്ലേ
ഇനി കല്ലില്ല മുള്ളില്ല മലയില്ല പുഴയില്ല പന്തള രാജ പാവന ചരിത പാർവതി തനയ നീയാണെല്ലാം അയ്യന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 േ. ഇരുമുടി കെട്ടുമെന്തി വരുന്നവരെ ഇരുകരം നീട്ടി പുണരണമേ. ഗിരിനിരകൾ ശ്രീലകമായി വാഴുവവനേ അയ്യപ്പ. ഈശസുതനയ്യ വിഷ്ണുസുതനയ്യ ശ്രീ ശബരിവാസ. ശരണമയ്യപ്പ. ഹലോ ശ്രീദേവി തമ്പുരാട്ടി, ഈ ഉള്ളവനോട് കൂടി ഒന്ന് പ്രസാദിക്കണം. ഇന്നെന്താ രമേശേട്ടൻ നേരത്തെ ഉണർന്നോ? ഉണരാതിരിക്കാൻ ഞാൻ ചെകിടനൊന്നുമല്ലല്ലോ. എപ്പ തുടങ്ങിയത് അമ്പലത്തിൽ നീ അലറി വിളി. അങ്ങനൊന്നും പറയരുത് രമേശേട്ടാ. ഇന്നേ വൃശ്ചിക 1-ാം തീയതിയാ. മണ്ഡലവ്രതം തുടങ്ങുകയല്ലേ. അയ്യപ്പന്മാര് മല കയറാൻ മാലയിടുന്ന ദിവസാ. അതാ അമ്പലത്തിൽ എത്ര വിശേഷം. വിശേഷം 3 മണിക്ക് തൊണ്ട അലറി മറ്റുള്ളവരുടെ ഉറക്കം കെടുത്ത അതാണോ നിങ്ങളുടെ വിശേഷം? സകല ജീവജാലങ്ങളും ഉണരേണ്ടതേ ബ്രഹ്മമുഹൂർത്തത്തിലാ. പ്രകൃതിയുടെ അനുകൂല ഊർജം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയം പുതച്ചു മൂടി ഇങ്ങനെ കിടക്കേണ്ടതല്ല. രമേശേട്ടൻ പോയി ചെല് 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 പല്ല് കഴിച്ചു കുളി കഴിഞ്ഞ് വരിക. ഞാനപ്പോഴേക്ക് കാപ്പി എടുത്തേക്ക്. ശ്രീദേവി, ഞാൻ റെഡിയാ. ഞാനും റെഡി സർ. ഈ മണ്ഡലകാലത്തിലെങ്കിലും വ്രതം നോറ്റ് ഇരുമുടി കെട്ടേന്തി ശബരിമലയ്ക്കൊന്ന് പോയിക്കൂടെ രമേശേട്ടാ? നല്ല കഥയായി. യുക്തിവാദി സംഘം പ്രസിഡന്റായ ഞാൻ ശരണം വിളിച്ച് മല കയറുക. ദേ, ഈ നടക്കാത്ത കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കരുത്. 6 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ നമുക്കൊരമ്മയോ അച്ഛനോ ആവാൻ പറ്റിയോ? അതിന് അയ്യപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ശുദ്ധ ബ്രഹ്മചാരിയ. ഈ സ്ത്രീകളെ അടുപ്പിക്കാത്ത ദൈവത്തെ നീ പൂജിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവദോഷം പറയരുത്. ബാലികമാർക്കും പ്രായമായ സ്ത്രീകൾക്കും ശബരിമലയ്ക്ക് പോവാലോ. ഓരോ ഈശ്വരന്മാർക്കും ഓരോ രീതിയിലുള്ള വ്രതങ്ങളുണ്ട്. 41 ദിവസത്തെ വ്രതമാ അയ്യപ്പന്. ഈ 41 ദിവസം മുടങ്ങാതെ വ്രതശുദ്ധിയിലിരിക്കാൻ പ്രായപൂർത്തിയായ സ്ത്രീക്ക് പറ്റില്ല. നിങ്ങൾ പുരുഷന്മാര് 41 ദിവസം എടുക്കുന്ന വ്രതം ഞങ്ങൾ സ്ത്രീകൾ 41 വർഷം എടുത്ത് കാത്തിരിക്കണം അയ്യപ്പനെ ഒന്ന് കാണാൻ. ഇത്രയും കാലം പൂജയും വഴിപാടൊക്കെ നടത്തിയല്ലോ, എന്നിട്ട് ആ ഭഗവാൻ പ്രസാദിച്ചോ? എന്തിനും ഏതിനൊരു യുക്തിവാദം. യുക്തിവാദിക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. കാണാത്തൊന്നും ഞാൻ വിശ്വസിക്കില്ല, പ്രചരിപ്പിക്കുകയില്ല. എനിക്ക് ഉറപ്പാ രമേശേട്ടൻ ഇരുമുടി കെട്ടേന്തി 18-ാം പിടി ചവിട്ടിയാല് ആ മണികണ്ഠൻ തന്നെ നമുക്ക് ഉണ്ണിയായി പെറുക്കും. ഈ വാര്യത്തെ കുട്ടിയെ പ്രേമിക്കുമ്പോഴേ പറഞ്ഞതാ കൂട്ടുകാര്, രമേശ നിന്റെ യുക്തിവാദം ഇത് ഒട്ടും ചേരില്ല. ചേരില്ലെങ്കിലേ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നത്? നിന്റെ ഈശ്വരഭക്തിയല്ലേ എനിക്ക് ചേരാതുള്ളൂ. ഈ ശ്രീദേവി കുട്ടി എനിക്ക് വലിയ ഇഷ്ടല്ലേ. വേണ്ട, എന്നെ തൊടണ്ട. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് വീട് വിട്ടുപോകുന്ന നമുക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഉണ്ടല്ലോ, അയ്യപ്പൻ. പോട്ടെ, പോയിട്ട് വരട്ടെ. ഓ പോയിട്ട് വരട്ടെ. ആ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അവനെ കാത്തു നിൽക്കല്ലേ. അവൻ വന്നാൽ ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. അതെ, അവൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. രമേശ, ഞാൻ അവിടെ ഉണ്ട്. ഞാൻ കുറെ നേരം ഇതിനെ കാത്തു നിൽക്കുന്നത്. അവിടെ ഒരാളുടെ പൂജയും ദേവാലയവും കഴിച്ച് ചായ കിട്ടണ്ടേ? നിനക്ക് വീട്ടിലേക്ക് വന്നൂടായിരുന്നോ? അത് തന്നെ നിന്റെ ശ്രീമതി പേടിച്ചങ്ങ് വരാത്ത. പറയാനുള്ള കാര്യം അവിടെ വെച്ച് പറയാൻ കൊള്ളില്ല. അതെന്താ? ആൽത്തറ മുക്കിലെ കാലിസ്ഥലത്തെ അയ്യപ്പ സേവാ സംഘം ഷെഡ് കെട്ടുന്നു. നിന്റെ മാഷ നേതൃത്വം. ആര്? കുറുപ്പ് മാഷോ? മാഷ മാത്രമല്ല, ഈ ദേശത്തുള്ള സകലമാന ദൈവവിശ്വാസ രോഗികളും ഉണ്ട്. ഇത്രയും വിവരമുള്ള കുറുപ്പ് മാഷ് ഇങ്ങനെ ഒരു അന്ധവിശ്വാസി ആയിപ്പോയല്ലോ. അതാണ് ഭക്തി. അതൊരു തരം ലഹരിയാ. ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞ് അതങ്ങനെ ഇങ്ങോട്ട് പ്രചരിപ്പിക്കും. കേട്ട് നിൽക്കുന്ന പൊട്ടന്മാരത് വിശ്വസിക്കുകയും ചെയ്യും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരുതരം മാസ് ഹിസ്റ്റീരിയ. ശരിയാ,
ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിൽ പൂജയും ഭജനയും തുടങ്ങിയാൽ ഇനിയും ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റും. അത് തടയണം. ശരിയാ. പക്ഷേ കുറുപ്പ് മാഷ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണോ ഒരു പക്ഷേ? അത് തന്നെയാ. അറിയാലോ നിനക്ക്, ആരുമില്ലാത്ത എനിക്കും ശ്രീദേവിക്കും അച്ഛന്റെ സ്ഥാനത്താ മാഷ്. നേരിട്ട് എതിർക്കാന്ന് പറയുമ്പോ മാഷിന് മാഷിന്റെ ആദർശം പോലെ യുക്തിവാദികൾക്ക് യുക്തിവാദിയുടെ ആദർശം. അവരതിൽ ഉറച്ചു നിൽക്കണം. നീ എതിർക്കുന്നത് മാഷിനെയല്ല, മാഷിന്റെ തെറ്റായ വിശ്വാസത്തെയാണ്. അത് ശരിയാ. യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വിളിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ അവിടെ നിന്റെ ഒരു തകർപ്പൻ പ്രസംഗം വേണമെന്ന കമ്മിറ്റിയുടെ അഭിപ്രായം. നീ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു, ഞാൻ എത്തിക്കോളാം. ഓക്കെ. ദിനകര, നീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? ഞാനൊരു കേസിന്റെ പേപ്പർ വാങ്ങാൻ വന്നതാ. ഞാൻ സാറിനെ കണ്ട് പെട്ടെന്ന് വരാം. നീ ഇവിടെ നിൽക്ക്. എനിക്ക് നിൽക്കാൻ സമയമില്ല. ഇന്ന് ശബരിമലയ്ക്ക് പോകണം. ഡ്യൂട്ടി ശബരിമലയും മലയാറ്റൂരും. എടോ, ഇതൊന്നും പോലീസിന് പറ്റിയ സ്ഥലയല്ല. പോലീസിനെ പറ്റൂ. 41 ദിവസം വ്രതമെടുത്ത് മല കയറുന്ന അയ്യപ്പന്മാർക്ക് ആ തിരുമുമ്പിൽ നിൽക്കാൻ കിട്ടുന്നത് ഒരല്പ സമയം. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനോ എത്ര ദിവസങ്ങൾ ആ പുണ്യഭൂമി കിട്ടുന്നത്? ഒരു ജന്മത്തിന്റെ സാഫല്യം തന്നെയല്ലേ അത്? തുടങ്ങി. ഇത് പറയാനാണ് താൻ ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ. കുമരേശന് ട്രാഫിക് ഡ്യൂട്ടി. സാർ, വഴിത്തർക്കം. മിസ്സസ് വിലാസിനി ഗംഗാധരന്റെ പെറ്റീഷൻ എൻക്വയറി ജേക്കബിന്. സാർ. ആ രമേശ, താനും കരുണനും കുന്നുകര കള്ളുഷാപ്പില് അടിപിടി നടന്നതിന്റെ തെളിവെടുപ്പിന്. സാർ. ആ കൈമളെ, ഞാൻ ഇന്ന് ലേശം നേരത്തെ പോകും. അയ്യപ്പ സേവാ സംഘത്തിന്റെ ശബരിമല പിൽഗ്രിമേഴ്സ് വെൽക്കം കമ്മിറ്റിയുടെ ചില പരിപാടികളുണ്ട്. മാത്യു സാർ അയ്യപ്പ സേവാ സംഘത്തില് വയനാട് അയ്യപ്പന് ജാതിയും മതമൊന്നും ഇല്ലടോ. സാർവലൗകികമായ സ്നേഹമാണ് അയ്യപ്പൻ. ആർഷഭാരത സംസ്കാരത്തിന്റെ യഥാർത്ഥ പ്രതീകം തന്നെയാണ് അയ്യപ്പൻ. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ആ സാർ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. താൻ 5 മണിക്ക് പൊക്കോ. അതിന് സാറിന്റെ പെർമിഷൻ വേണ്ട. രാവിലെ തന്നെ ഉടക്കാനാ? അതല്ല സാർ, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. യുക്തിവാദി സംഘത്തിന്റെ ക്ഷേത്രവും അന്ധവിശ്വാസവും, അതാണ് സബ്ജക്ട്. SI സാർ ക്രിസ്ത്യാനി ആയിട്ടും അയ്യപ്പ സേവാ സംഘത്തിന്റെ മീറ്റിംഗിന് പ്രസംഗിക്കുന്നു. കോൺസ്റ്റബിൾ യുക്തിവാദ സംഘത്തിന്റെ മീറ്റിംഗിനും പ്രസംഗിക്കുന്നു. തീപ്പൊരി രണ്ടും വേണം, നെഗറ്റീവും പോസിറ്റീവും. ചെയ്യത്താ ഇല്ലെങ്കിൽ ദൈവവുമില്ല. താൻ പോയി ഡ്യൂട്ടി ചെയ്യടോ. എന്നിട്ട് ഈശ്വരൻ ഇല്ലാന്നോ ചെകുത്താൻ മാത്രം ഉള്ളൂന്നോ തൊണ്ടഗിരി അലവിക്കോ. ചെല്ലില്ലേ സാർ, ഞങ്ങളുടെ മീറ്റിംഗിന് വരണം കേട്ടോ. എന്നിട്ട് വേണം ഈ പോലീസ് നടത്തണേ. ഞാനൊരു കുഞ്ഞുകുട്ടി പരാതിക്കാരൻ, എന്നെ അങ്ങനെ വിട്ടേക്ക്. ഒരാളുടെ യുക്തിവാദത്തിനും മറ്റൊരാളുടെ ഈശ്വര വിശ്വാസത്തിനും ഈ കൈമടി നല്ല സാക്ഷി. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ സേവാ സംഘത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഇതാ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാമിയേ ശരണയ്യപ്പ. എന്തായി ഒരുക്കങ്ങൾ? വിധി വെക്കാനുള്ള ഷെഡിന്റെ വലിപ്പം കഴിഞ്ഞ വർഷത്തെക്കാൾ കൂട്ടുന്നുണ്ട്. പാചകക്കാരും കൂടുതലുണ്ട്. ടോയ്ലറ്റ് സൗകര്യവും ഹൈജീനിക് ആക്കുന്നുണ്ട്. ഹംസാജിയുടെ വകയാ ഇത്തവണയെ അന്നദാനം. നന്നായി. അയ്യപ്പന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നാവണം. അതല്ലേ ആ താരക ബ്രഹ്മമൂർത്തി പഠിപ്പിച്ചത്? മതങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവർ അയ്യപ്പന്റെ സന്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ല, ഇത്തവണ സന്നിധാനത്തിൽ ഡ്യൂട്ടിയില്ലേ? ഇതുവരെ ഓർഡർ വന്നിട്ടില്ല. ഇനി വന്നില്ലേലും കുറച്ചു ദിവസം ലീവ് എടുത്ത് അവിടെ പോയി സർവീസ് ചെയ്യും. ഇരുമുടി എടുക്കുന്നുണ്ട്. ശബരിമലയിൽ പോലീസിന്റെ സേവനം കണ്ടാൽ അതിശയിച്ചു. യുക്തിവാദി സംഘം നെല്ലിപ്പുഴ യൂണിറ്റിന്റെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി യൂണിറ്റ് പ്രസിഡന്റ് രമേശിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇയാളുടെ കാര്യം ബഹുരസമാ. ഡ്യൂട്ടിയിലാണ് കൃത്യം. ഈ ഒരു കാര്യത്തില് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും ദൈവനിഷേധത്തിന്റെ വഴിയെ പോയിട്ടില്ല. ഇവരെങ്ങനെ ഇങ്ങനെയായത്? ഇന്ത്യൻ ഫിലോസഫി ആധ്യാത്മികമാണെന്ന് പറയുന്നവരുണ്ട്. സത്യം അതല്ല. ആസ്തിക ദർശനങ്ങൾ തന്നെ ഇന്ന് വിശ്വസിക്കുന്ന പോലുള്ള ഈശ്വരവാദമല്ല. ഇതൊക്കെ അറിയാതെ ഭീമമായ അന്ധവിശ്വാസത്തിൽപ്പെട്ട് പുതിയ തലമുറ വഴിതെറ്റുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, വെറുതെ കെട്ടുകഥകളുടെ അടിത്തറ പാകി എത്ര കോടി ജനങ്ങളാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഇതിനൊത്താശ ഒരുക്കുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ബോധമുണരേണ്ടത്. വരൂ, നമുക്ക് ചെന്നൊന്ന് ബോധമുണർത്താം. ഉണരണം. ഈശ്വര വിശ്വാസം എന്ന ലഹരി മരുന്ന് കഴിച്ചുറങ്ങുന്ന നിങ്ങൾ സത്യത്തെ തിരിച്ചറിയണം. തുടർന്ന് സംസാരിക്കാൻ ഞാൻ സെക്രട്ടറി സുഗുണനെ ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യപ്പ, വഴിതെറ്റി പോകുന്ന എന്റെ രമേശ് ചേട്ടന് നേർവഴി കാണിച്ചു കൊടുക്കണമേ.
താൻ എന്തൊക്കെ വാദം നിരത്തിയാലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് മാഷെ. മാഷക്ക് പറ്റുമോ ആ ഈശ്വരനെ എനിക്ക് കാണിച്ചു തരാൻ? പറ്റും. അതിനു മുമ്പ് തന്നോടൊന്ന് ചോദിച്ചോട്ടെ, തനിക്ക് ജീവനുണ്ടോ? അതെന്ത് ചോദ്യം മാഷെ? നിലനിൽപ്പിന് കാരണമായ ജീവനെ നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇലക്ട്രിക് വയറിലൂടെ പോകുന്ന വൈദ്യുതിയെ കാണിച്ചു തരാൻ പറ്റുമോ? ജീവൻ നിലനിർത്തുന്ന പ്രാണവായുവും ദൃശ്യമല്ല. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതൊന്നും ഇല്ലാത്തതാണെന്ന് വിശ്വസിക്കരുത്, അത് തെറ്റാ. ചിലത് അനുഭവിക്കാനേ പറ്റൂ, അനുഭവിച്ചറിയാൻ പഠിക്കണം. എനിക്ക് തന്നോടുള്ള സ്നേഹം ഞാൻ തന്നോട് പ്രകടിപ്പിക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന അനുഭവം അതുപോലെ തന്നെയാ ഈശ്വര സാന്നിധ്യവും. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരൻ ഇത്രയും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ക്ഷേത്രങ്ങൾ? ക്ഷേത്രമെന്ന് പറഞ്ഞാൽ എന്താണെന്നാ മനസ്സിലാക്കിയത്? ശരീരം തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. മനസ്സിന്റെ പ്രതീകമാണ് ശ്രീകോവിൽ. അവിടെ കുടിയിരിക്കുന്ന വിഗ്രഹമോ ആത്മാവ്, പരമാത്മാവിന്റെ അംശം തന്നെയായ ജീവാത്മാവിനെ തിരിച്ചറിയുകയും സർവവും ഒന്നെന്ന സങ്കല്പത്തിൽ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ ചൈതന്യം പകരുകയാണ് അവിടെ. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ യുദ്ധമുണ്ടാകുമോ? വർഗീയ കലാപം ഉണ്ടാകുമോ? എന്തെങ്കിലും വിഷമതകൾ ഉണ്ടാകുമോ? ഈ പറയുന്നതിനൊക്കെ ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? വേദങ്ങൾ. ശാസ്ത്രമെന്നാൽ വേദം തന്നെയാണ്. ഭാരതീയ ഋഷിവര്യന്മാർ അവരുടെ ധ്യാന തലങ്ങളിലൂടെ ജീവാത്മാവിനെ പരമാത്മാവായി ഉയർത്തിയപ്പോൾ ദർശിച്ച പ്രപഞ്ച രഹസ്യത്തിന്റെ ഏടുകൾ തന്നെയാണ് ഓരോ വേദമന്ത്രങ്ങളും. ഒന്നിരുന്ന് പഠിക്കുക. ആധുനിക യുഗത്തിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, തന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം എത്രയോ നിസ്സാരം. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരന്റെ സൃഷ്ടിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരൻ. സത്യത്തെ നിഷേധിക്കുകയല്ല വേണ്ടത്, അംഗീകരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. വെരി 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 ഗുഡ് മോർണിംഗ്. തനിക്ക് കോളടിച്ചല്ലോ. ശുക്രൻ അങ്ങനെ തെളിഞ്ഞു വരികയല്ലേ? എന്താ? തനിക്കേ ശബരിമല ഡ്യൂട്ടി. പിന്നെ അതിന് വേറെ ആളെ നോക്കണം. താൻ ഇത്രയും കാലം ഒഴിഞ്ഞു മാറി നടന്നു, ഇത്തവണ പറ്റില്ല. ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലെ നേരിട്ട് ആ ഡ്യൂട്ടി ചാർട്ട് വന്നിരിക്കണേ. ദേവസ്വം മന്ത്രിയുടെ ഓഫീസല്ലേ ഡ്യൂട്ടി തീരുമാനിക്കുന്നത്? ശ്രദ്ധിച്ച് കളിച്ചോ, പണി പാളും. കഴിഞ്ഞ തവണ മന്ത്രിയുടെ പിയോടാ യുക്തിവാദ ഗീർവാണം വിട്ടത്. അങ്ങേരാവൊന്നും മറന്നുണ്ടാവില്ല. ചെല്ല്, SI സാറ് കാത്തിരിക്ക. ഡ്യൂട്ടി സ്വാമിയേ ശരണമായി അപ്പ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഒന്ന് കണ്ടേക്കാം. രമേശ, നോ എക്സ്ക്യൂസ്. തനിക്ക് ശബരിമല ഡ്യൂട്ടിയാ, മറ്റന്നാ ജോയിൻ ചെയ്യണം. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും എന്നെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണം. മേലേന്ന് മന്ത്രിയുടെ PA ഇന്ന് കാലത്തും വിളിച്ചിരുന്നു. തന്റെ ഡ്യൂട്ടി പേപ്പർ കിട്ടിയോന്ന്. താൻ പോയി പേപ്പർ ഒപ്പിട്ട് വാങ്ങ്. സാർ, എന്നെ വേറെ ഏത് സ്ഥലത്തേക്ക് മാറ്റിയാലും എനിക്ക് സന്തോഷാ. ഞാനൊരു ക്ഷേത്രത്തില്, അതും ശബരിമലയില്. എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. തന്റെ ഒരു പ്രിൻസിപ്പിൾസ്. പിന്നെ ഇത് ഞാൻ ചാർട്ട് ചെയ്തൊന്നുമല്ല, മേലേന്നാ. എന്നാ എനിക്ക് 2 മാസത്തെ ലീവ് വേണം. താൻ വിഡിത്തൊന്നും ചെയ്യണ്ട. ശബരിമല ഡ്യൂട്ടി കിട്ടാൻ എത്രയോ പേര് മോഹിക്കുന്നു. ഒരു മണ്ഡലക്കാലം സ്വാമി ദർശനം, മഹാഭാഗ്യം. തനിക്ക് അച്ഛ ചതുർത്ഥി. ഇതാടോ നിയോഗം എന്ന് പറയുന്നത്. പിന്നെ തനിക്കിതൊരു പണിഷ്മെന്റ് ആയി തോന്നെങ്കിൽ റൈറ്റ്, അത് ദൈവം തന്നാണെന്ന് കരുതിക്കൊള്ളണം. എന്നിട്ട് 18-ാം പടിയിൽ നിന്ന് ദൈവം ഇല്ലാന്ന് വിളിച്ചു പോയിക്കൊള്ളണം. നേരെ അയ്യപ്പൻ കേക്കട്ടെ എന്ന്. ഞാൻ ചിലപ്പോൾ വിളിച്ച് കൂയിന്നിരിക്കും. ഞാൻ പറയും. പറയണം. പറ്റില്ല, എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയണം. ഞാൻ എന്ത് പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റ് കേൾക്കില്ല. എടാ, ലീവ് വരെ ചോദിച്ചു നോക്കി. ഓ, അന്ധവിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശബരിമലയിൽ പോയി അയ്യപ്പ ഭക്തന്മാർക്ക് കാവൽ നിന്നാൽ പിന്നെ യുക്തിവാദികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നീ ഒരിക്കലും പോകരുത്. അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഇവിടെ കിടന്ന് തൊണ്ട കീറുകയും ശബരിമലയിൽ പോയി അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് എതിർക്കുകയും കേന്ദ്രത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരെ പോലെ നാണം കെട്ടുപോകും. യുക്തിവാദി ഉറച്ചു നിൽക്കണം. അവന്റെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോണം. വേണ്ടി വന്ന വലിച്ചെറിയണം നിന്റെ ഈ പോലീസ് ഉദ്യോഗം. ഇതെന്ത് ഭ്രാന്തായി പറയണേ? ജോലി രാജിവെക്കേ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എനിക്ക് വയ്യ 18-ാം പടിയിൽ കണ്ട ഭ്രാന്തമാരെ പിടിച്ചു കയറ്റാൻ. എന്താ പറഞ്ഞേ? ശബരിമലയിൽ ഡ്യൂട്ടി 41 ദിവസം. അയ്യപ്പാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പോവില്ല. ഒരയ്യപ്പം വിചാരിച്ചാലും അവിടെ ഡ്യൂട്ടിക്ക് ഞാൻ പോവില്ല. പോകും, പോകണം. ഇത് നിന്റെ ഡ്യൂട്ടിയാ.
എന്റെ ആദർശം ബലി കഴിച്ചിട്ടുള്ള ഡ്യൂട്ടി എനിക്ക് വേണ്ട. ആദർശത്തിനൊത്ത ഡ്യൂട്ടി ആർക്കാ കിട്ടുക? അങ്ങനെ നോക്കിയാൽ നാട്ടിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടുമോ? ഇതങ്ങനെയല്ല, അവര് മനഃപൂർവ്വം ചെയ്താ എന്നെ നാണം കെടുത്താൻ. എന്ന് വേണമെങ്കിൽ കരുതാം. മറുവശം ചിന്തിച്ചു നോക്ക്. ഒരു പോലീസുകാരൻ മേലുദ്യോഗസ്ഥന്മാരെ അനുസരിച്ചല്ലേ പറ്റൂ. ഈ കാര്യത്തിൽ വയ്യ. ഇതെന്താ മോശപ്പെട്ട ജോലിയൊന്നും അല്ലല്ലോ. ദൈവവിശ്വാസമില്ലാത്ത താൻ പോകുന്നത് തൊഴാനല്ലല്ലോ, ജോലിക്കല്ലേ. ചാരായ ഷാപ്പിൽ മദ്യം പകർന്നു കൊടുക്കുന്നവൻ മദ്യപാനി ആയിരിക്കണമെന്നില്ല. അറവുശാലയിൽ ജോലി ചെയ്യുന്നവൻ മാംസം കഴിക്കുന്നവനുമായിക്കൊള്ളണമെന്നില്ല. തന്റെ ആദർശപ്രകാരം ഇങ്ങനെയും ചിന്തിച്ചൂടെ? അയ്യപ്പനെ ഇഷ്ടപ്പെടണ്ട, അത് തന്റെ ജോലിയായിട്ട് മാത്രം കരുതിയാൽ മതി. താൻ പോണം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ പറയുന്നത്. ഈ കുട്ടിയുടെ കണ്ണ് ഇതിന്റെ പേരിൽ നനയാൻ താൻ ഇടയാക്കരുത്. അങ്ങനെ വന്നാൽ എന്നെ മറന്നേക്കണം. Wish you happy journey and successful duty. താങ്ക് യു സർ. നാരായണൻ രേവതി പ്രകാശ് ഉത്തരാദി മഹേഷൻ പുണർന്നം അല്ലകുമാരി അശ്വതി അഹല്യ മൂല ഇതൊക്കെ മക്കളാ. പമ്പ ഗണപതിക്ക് ഗണപതി ഹോമം, അയ്യപ്പന് തീരാഞ്ചലം, മാടയപ്പുറത്തിന് വെടിവഴിപാട്, 4 ഡസൻ അരവണ, 8 ഡസൻ അപ്പം. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇല്ല. എന്തിനാ കുറയ്ക്കുന്നത്? ആ വോട്ടേഴ്സ് പട്ടിക ഇങ്ങ് തന്നേക്ക്, എന്നാ ആരും ഒഴിവാവില്ലല്ലോ. ചൂടാവില്ല രമേശ, നീ ഏതായാലും മലയ്ക്ക് പോലെ ഇത് ഞങ്ങൾക്കൊരു ഉപകാരം. എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് വിശ്വാസം നീ വേണ്ട, ഞങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടല്ലോ. അതെ, സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ഹോ, എന്തൊരു സാധന ഇത്! ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ വിചാരിച്ച് ഇവിടെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അയ്യപ്പ നീ തന്നെ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേ. സ്വാമിയേ ശരണമയ്യപ്പ. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാ, നിന്റെ അയ്യപ്പനെ തൊഴാനൊന്നുമല്ല. ഡ്യൂട്ടിക്കാണെങ്കിലും ശബരിമലയ്ക്ക് തന്നെയല്ലേ പോണത്. ഇതൊക്കെ വേണം. ഇരുമുടിക്കെട്ടോട് ഉണ്ടായിരുന്നെങ്കിൽ. ഭേഷായി 3-4 കിലോ തൂക്കം വരുന്ന കെട്ടും ചുമന്നോട് നടക്കാനോ? എനിക്ക് തന്നെ പോലെ വട്ടൊന്നുമില്ല. രമേശ് ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ രമേശ് ഏട്ടന്റെ യാത്ര മല ചവിട്ടാൻ തന്നെയാ. അതിന്റെ ഫലം ഉണ്ടാവും. ഫലം ഉണ്ടാവും. സർക്കാർ ഇത് ശമ്പളം കിട്ടും. അതെ, ഇനി ലേറ്റാ ഞാൻ ഇവിടെ എത്താൻ വൈകും. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ വിളിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറുപ്പ് മാഷോടോ സുഗുണോടോ പറയാൻ നീ മടിക്കണ്ട. പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. അയ്യപ്പനില്ലേ തുണ. ശരി. അയ്യപ്പ രക്ഷിക്കണേ. രമേശ, രമേശ, സ്റ്റേഷനിൽ ചെന്നപ്പോ നീ പുറപ്പെട്ടെന്നറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഭാഗ്യം, ബസ് കയറുന്നതിന് മുമ്പ് കണ്ടല്ലോ. നീ പോയില്ലേ ശബരിമല ഡ്യൂട്ടിക്ക്? അതാ കുഴപ്പമായത്. എന്റെ ഡ്യൂട്ടി മകരവിളക്കിലേക്ക് മാറ്റി. ഇത് ഏട്ടന്റെ മോന മണിക്കുട്ടൻ. ഇവനൊരു നേർച്ച ഉണ്ടായിരുന്നു. പമ്പ ഗണപതിക്കടുത്ത് 12 ദിവസം ഭജന ഇരുന്ന് മല ചവിട്ടാന്ന്. നിനക്കൊന്നും വേറെ പണിയില്ലേ? ഏട്ടനും ഇക്കൊല്ലം പമ്പയില ഡ്യൂട്ടി. ഇലക്ട്രിസിറ്റി സൂപ്പറണ്ടാ. ഏട്ടൻ പോകുമ്പോ ഇവന്റെ എക്സാം കഴിഞ്ഞിരുന്നില്ല. എന്റെ കൂടെ പിന്നെ പോരാ ഒരുങ്ങിയതാ. അപ്പോഴാ എന്റെ ഡ്യൂട്ടി മകരവിളക്കിലേക്ക് മാറ്റിയത്. ഏട്ടനാണ് മണ്ഡലം കഴിഞ്ഞാൽ പോരുകയും ചെയ്യും. എനിക്കാണെങ്കിൽ ലീവും ഇല്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാ നീ ഡ്യൂട്ടിക്ക് പോണ കാര്യം ഓർമ്മ വന്നത്. ഏട്ടാ രമേശ, നീ ആവുമ്പോ ധൈര്യമായിട്ട് എനിക്ക് ഇവനെ അയക്കാലോ. ഏട്ടനാ ഗണപതി ക്ഷേത്രത്തിലുണ്ടാവും. ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. വണ്ടിക്കൂലി. അതൊന്നും വേണ്ട. ഞാനിവനെ കൊണ്ടുപോയാ അടങ്ങിയിരിക്കോ? കാണുന്ന പോലെയല്ല, നീ എന്തു പറയുന്നോ അതിവൻ കേട്ടോളൂ. അല്ല മണിക്കുട്ടാ? പോലീസ് സാഹിബൻ പറയുന്ന എന്താച്ചാ ഞാൻ കേൾക്കാം. ഈ അയ്യപ്പൻ കുട്ടികളെ വിളിയൊന്നും എനിക്കിഷ്ടല്ല. മല കയറാൻ മാലയിട്ടവര് മറ്റുള്ളവരെ അയ്യപ്പനെന്നോ സ്വാമി എന്നോ ചേർത്തേ പറയാവൂ. വാ, നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. നിന്റെ ബാഗ് ഞാൻ പിടിക്കാം. എന്റെ ബാഗ് വന്നേ, ഇങ്ങോട്ട് വരാൻ. മലയ്ക്ക് പോണ അയ്യപ്പന്മാരുടെ വണ്ടി വരുന്നുണ്ടല്ലോ. നമുക്കൊരു ലിഫ്റ്റ് ചോദിച്ചാലോ? അതൊന്നും ശരിയാവില്ല. സർക്കാർ ബസ്സിൽ പോയാൽ മതി. ഇതാവുമ്പോ പമ്പ വരെ നേരെ പോവാം. വേറെ വണ്ടി ഒന്നും മാറി കയറണ്ട. അവര് കൊണ്ടുപോകുന്ന നോക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്വാമിയെ ശരണയ്യപ്പ. ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോണ പോലീസാ. കൂടെ ഈ കുട്ടിയുണ്ട്. ബുദ്ധിമുട്ടാവില്ലാച്ചാ ഇവരെ കൂടെ ഒന്ന് കൊണ്ടുപോവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ കൂടി പുറപ്പെടേണ്ടിയിരുന്ന ചിലർക്ക് പെട്ടെന്ന് അസൗകര്യം. യാത്ര മാറ്റി സീറ്റ് ഒഴിവുണ്ട്. അത് അയ്യപ്പൻ ഇവർക്കായി മാറ്റിവെച്ചതാവും. കണ്ടോ, അയ്യപ്പൻ നിന്റെ കൂടെയാ. എനിക്കൊന്നും ശരിയാവില്ല. ശരിയാവും. മണിക്കൂട്ടം കയറിക്കേ.
അയ്യോ എന്റെ ബാഗ്. രമേശ് മടിക്കണ്ട കേറിക്കോളൂ, സ്വന്തം വാഹനാന്ന് കരുതിയാ മതി. എന്തുമല്ല ആളുകള്. കേറ് രമേശ. രമേശ ഇങ്ങോട്ട് കേറ്. വാ, കേറ്. എനിക്കത് ശരിയല്ല. കേറല്ലേ. ദിനകര വാ. പ്ലീസ് ദിനകര എന്താ ഇത്? ദിനകര ഇത് കൊടും ചതിയായി പോയി. ശരണം വിളി കേട്ട് എനിക്ക് ഭ്രാന്താവും. ഒന്നുമില്ല. പൊയ്ക്കോ. എടാ ഇരിക്ക്. എന്താ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയ അല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. അയ്യപ്പന്മാർക്ക് സേവ ചെയ്യാൻ പോകുന്ന പോലീസ് അയ്യപ്പനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഞങ്ങളുടെ ഭാഗ്യല്ലേ മോന? അതെ, എന്റെ സുഹൃത്തിന്റെ മോനാ. ഞാൻ എന്റെ അച്ഛന്റെ മോനാന്നാ ഉദ്ദേശിച്ചത്. വല്ലാണ്ടങ്ങ് വിളയല്ലേ, തൂക്കിയെടുത്ത് ഞാൻ പുറത്തിടും. അത് നടക്കില്ല. എന്നെ എന്റെ അച്ഛന്റെ അടുത്ത് എത്തിക്കാമെന്ന് ഇളയച്ഛന്റെ അടുത്ത് വാക്കുകൊടുത്തല്ലേ പോലീസ് അയ്യപ്പൻ. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? അല്ല, സ്വാമിമാരായിട്ട് ശരണം വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചതാ പോലീസ് അയ്യപ്പൻ. അല്ല ഇത് എവിടേക്കാ? ആറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാ. കണ്ണി കണ്ട അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങിയ യാത്ര ഞാൻ ഇവിടെ ഇറങ്ങാ. വർഷത്തിലൊരിക്കലല്ലേ ഞങ്ങളൊക്കെ ഈ വഴി വരാറുള്ളൂ. ആറ്റുകാലമ്മേ തൊഴാനുള്ള ഭാഗ്യം ഒഴിവാക്കാൻ വയ്യ. ഹോ, നമുക്കും തൊഴാനേ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഇനി പറഞ്ഞാൽ പറഞ്ഞാലെന്താ? ഇതാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. മറ്റൊരു വിശേഷ നാമത്തിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല. ശബരിമലയോ? അത് അയ്യപ്പന്റേതല്ലേ? ശബരിമല അയ്യപ്പൻ്റെത് തന്നെ. ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ദർശനം നടത്തുന്നത് ശബരിമല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ദർശനത്തിനെത്തുന്നത് ഇവിടെയാ, പൊങ്കാലയ്ക്ക്. ഇവിടത്തെ പൊങ്കാല ദിനത്തിൽ 25 ലക്ഷത്തിലധികം സ്ത്രീകളാ പൊങ്കാല അർപ്പിക്കുന്നത്. പൊങ്കാലയോ? അതെന്താ സ്വാമി? പണ്ട് ഈ ഗ്രാമത്തിൽ കൊടിയ ദാരിദ്ര്യവും വസൂരി രോഗവും പടർന്നു പിടിച്ചു. പട്ടിണിയും ദാരിദ്ര്യവും കാരണം അനേകം ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. ദേവീഭക്തയായ ഒരമ്മ തന്റെ മകന് വസൂരി രോഗം വന്ന് മരണശയ്യയിലായപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ നടയിലെത്തി. തന്റെ പൊന്നുമോനെ രക്ഷിക്കാൻ മനസ്സാകുന്ന മൺകലത്തിൽ സംസാര ദുഃഖങ്ങളാകുന്ന അരിയും ശർക്കരയും തേങ്ങയും ചേർത്ത് പായസം നേദിച്ചു. അത്ഭുതം, അസുഖം മാറി. അന്ന് ആ അമ്മ നടത്തിയ പൊങ്കാല ഇന്ന് ജനലക്ഷങ്ങളുടെ പൊങ്കാലയായി മാറിയിരിക്കുന്നു. അമ്മേ ദേവി മഹാമായേ. രമേശേട്ടാ എവിടെ എത്തി? എവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഏതോ ഒരു അമ്പലത്തിന്റെ മുമ്പില്. അവരൊക്കെ കൂടെ അകത്ത് പോയിട്ടുണ്ട്. അമ്പലോ? ഏതമ്പലം? അമ്പലം ആറ്റുകാൽ. ദേവി ആറ്റുകാലമ്മേ. രമേശേട്ടാ നന്ദി, 1000 നന്ദി. എന്തിനാ? രമേശേട്ടനെ ആ തിരുമുമ്പിൽ എത്തിച്ചല്ലോ. എനിക്ക് ഉറപ്പാ അമ്മ അനുഗ്രഹിക്കും നമ്മളെ. അതെ, ഞാൻ അനുഗ്രഹം വാങ്ങാൻ വന്നൊന്നുമല്ല. എന്റെ കൂടെ വന്ന സ്വാമിമാരെ കാത്തിക്ക. ഇതാര് രമേശനോ? നന്നായി രമേശ, യുക്തിവാദമൊക്കെ മതിയാക്കി അമ്മയുടെ തിരുമുമ്പിൽ വന്നല്ലേ. ഞാൻ അമ്പലത്തിൽ വന്നൊന്നുമല്ല, എന്റെ കൂടെ വന്നവരെ കാത്തിക്ക. ഈ തിരുനടയിൽ നിന്നാലും മതി. നിറഞ്ഞു നിൽക്കുകയല്ലേ അമ്മയുടെ ചൈതന്യം. രമേശനത് മനസ്സിലാവും, മനസ്സിലാക്കി തരും അമ്മ. ഇത് വലിയ പുലിവാലായല്ലോ. മനസ്സ് നിറഞ്ഞു. ജാതിമത ഭേദമില്ലാതെ ആരെയും ഒന്നായി കാണുന്ന ആ തിരുമുന്നിൽ സർവവും സമർപ്പിച്ചപ്പോൾ സന്തോഷമായി. എന്താ പോലീസ് അയ്യപ്പൻ തൊഴാൻ വരാഞ്ഞേ? എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഏതിലെ? നിങ്ങളെ കൂടി ഉള്ളിച്ചെന്ന് കണ്ടില്ലേ ആ ആളെ? സ്വന്തം പെറ്റമ്മയെ വിശ്വാസമുണ്ടോ? എന്ത് വിഡിത്തരയെ ചോദിക്കുന്നേ? പെറ്റമ്മയെ ആരെങ്കിലും അവിശ്വസിക്കോ? ആ അമ്മ തന്നെയായത്, സകലരുടെയും പെറ്റമ്മ.
വാ. ആറ്റുകാലമ്മേന്റെ കഥ പറഞ്ഞു തന്ന പോലെ അയ്യപ്പന്റെയും കഥ പറഞ്ഞു തരുമോ? അതിനെന്താ? ഡാ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മര്യാദക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ നീ? അയ്യപ്പന്റെ കഥ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് സുഹൃതല്ലേ? ആരായി അയ്യപ്പൻ? ശിവന്റെയും വിഷ്ണുവിന്റെയും മകൻ. ശിവൻ എന്നാൽ പാർവതിന്റെ ഹസ്ബൻഡ്, വിഷ്ണു എന്നാൽ ലക്ഷ്മിന്റെ ഹസ്ബൻഡ്. രണ്ട് ഹസ്ബൻഡും ചേർന്നാൽ എങ്ങനെ കുട്ടി ഉണ്ടാവും? ഇപ്പോഴാണ് ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. മിടുക്കൻ. അങ്ങനെ ചോദിച്ചു കൊടുക്ക്. പൊളിയട്ട അവരുടെ കള്ളക്കഥകളെല്ലാം. ഞാൻ ഈ ചോദിക്കുന്നത് പോലീസ് ഏപ്പനും കൂടി വേണ്ടിയ ശങ്കയ്ക്ക് തീർക്കണ്ടേ? വേണം വേണം. ശങ്കയാണ് കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. സംശയമില്ലാത്ത മനസ്സ് ശാന്തമായിരിക്കും, സ്വസ്ഥമായിരിക്കും. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഈശ്വര ചൈതന്യത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല. എല്ലാം നമ്മുടെ സങ്കല്പം മാത്രം. വിഷ്ണുവും ശിവനും സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ അംശങ്ങൾ തന്നെ. ഇവർ രണ്ടുപേരും ചേർന്ന താരകബ്രഹ്മം എന്ന വിശേഷണമാണ് അയ്യപ്പാവതാരം. ദേവാദിദേവാ വീരമണി കണ്ട. അതെന്തായി മണികണ്ഠൻ? ആ, പന്തള രാജാവിന് അയ്യപ്പനെ കാട്ടിൽ നിന്ന് കിട്ടുമ്പോ കഴുത്തിലൊരു മണിയുണ്ടായിരുന്നു. കണ്ഠത്തിൽ മണിയുള്ളവൻ മണികണ്ഠൻ. മക്കളില്ലാത്ത രാജാവും റാണിയും മണികണ്ഠനെ പൊന്നുപോലെ വളർത്തി. ആ ഇടയ്ക്ക് പന്തള രാജാവിന് ഒരു ഉണ്ണി കൂടെ പിറന്നു. മണികണ്ഠനും രാജരാജകുമാരനും പന്തളം കൊട്ടാരത്തിന്റെ നിറദീപങ്ങളായി തെളിഞ്ഞു നിന്നു. മണികണ്ഠൻ എവിടെയാ പഠിച്ചേ? ഗുരുകുലത്തില്. ഗുരുകുലമോ? ആ, പഠിക്കാൻ പ്രായമായാൽ കുട്ടികളെ ഗുരുകുലത്തിലേക്ക് അയക്കും. അവിടെ താമസിച്ചാണ് പഠിത്തം. ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുവിനെയും മനസ്സിലാക്കി അഗാധമായ ആത്മബന്ധത്തിൽ നിന്നും ശിഷ്യൻ അനുയോജ്യമായ വിദ്യ പകർന്നു നൽകുന്നു. പ്രപഞ്ചമായിരുന്നു പാഠപുസ്തകം, ദൈവമായിരുന്നു ഗുരുനാഥൻ. ഓം ശിവപുത്രായ നമഃ. ഓം മഹാതേജസേ നമഃ. ഓം ശിവകാര്യധുരന്ധരായ നമഃ. ഓം ശിവപ്രദായ നമഃ. വിധിപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി മണികണ്ഠൻ. സർവജ്ഞനായ ആ താരകബ്രഹ്മമൂർത്തിക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാൻ മാനുഷ്യനായ ഗുരു ആരെ? കുമാരൻ ഇപ്പോൾ ആസ്തിക ശാസ്ത്രങ്ങൾ 6ഉം നാസ്തിക ശാസ്ത്രങ്ങൾ 6ഉം ഗ്രഹിച്ചുവല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കുമാരന് ചോദിക്കാം. ഗുരു ക്ഷമിക്കണം. വെറുതെ ഉരുക്കഴിച്ചാൽ എന്താണ് ഫലം? പഠിപ്പിച്ചാൽ തത്ത പോലും ഉരുവിടും. എല്ലാം ഉരുവിട്ടിട്ടും തത്വമസി വാക്യം അനുഭവമായില്ല. അത് അനുഭവം കുമാരൻ ഉദ്ദേശിക്കുന്നത് വെളിച്ചമായിട്ടുള്ളത് ഏതാണ് ഗുരു? പകൽ സൂര്യനാണ് വെളിച്ചം, രാത്രിയാകട്ടെ ദീപവും. സൂര്യനെയും ദൈവത്തെയും കാണാൻ കഴിയുന്ന വെളിച്ചം ഏതാണ്? കണ്ണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് അത് ഞാൻ തന്നെ. ഞാൻ എന്നാൽ പരമമായ ബോധം. മറ്റുള്ളതെല്ലാം ജഡമാണ്, സ്വയം പ്രകാശിതങ്ങളല്ല. ഭൗതിക ലോകത്തിലെ രാത്രിയും പകലും യോഗിയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാകുന്നില്ല. അവന്റെ ആത്മാവ് തന്നെയാണ് വെളിച്ചം. ഗുരുവായ അവിടുന്നും എളിയവനായ ഞാനും പരബ്രഹ്മവും ഒന്നാണെന്ന അനുഭവം, അദ്വൈതാനുഭവം. ഗ്രന്ഥപരിചയം മാത്രമുള്ള പണ്ഡിതാഭിമാനിയാണ് ഞാൻ. ബ്രഹ്മാനുഭവം സാധിച്ചിട്ടില്ലാത്ത ഞാൻ എല്ലാം പ്രസംഗിക്കുന്നു, തത്വമസി ഉപന്യസിക്കുന്നു, അത്രമാത്രം. കുമാരന്റെ സംശയം എന്റെ മനസ്സ് തുറന്നു, ബുദ്ധിയെ പ്രചോദിപ്പിച്ചു. ഉരുക്കഴിച്ച് മനഃപ്പാടമാക്കാനുള്ളതല്ല വേദോപനിഷത്തുകൾ. അനുഭവം ഉണ്ടാകണം. അപ്പോൾ മാത്രമല്ലേ ജ്ഞാനോദയം. മണികണ്ഠ, എനിക്ക് കാണാൻ കഴിയുന്നു. അവിടുന്ന് സാക്ഷാൽ ശാസ്താവാകുന്നു, താരകബ്രഹ്മമൂർത്തിയാകുന്നു. ഭഗവാനേ, ഭൗതിക സുഖങ്ങൾക്കായി വഴിതെറ്റിപ്പോയ മാനവ സമൂഹത്തെ ആത്മസാക്ഷാത്കാരത്തിന്റെ ജന്മലക്ഷ്യ ബോധത്തിലേക്ക് എത്തിക്കാന്നുള്ളതാണ് എന്റെ അവതാര ലക്ഷ്യം. അത് പൂർത്തിയാകും വരെ ഈ സത്യം മറ്റാരും അറിയരുത്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. മകനായ സുബ്രഹ്മണ്യസ്വാമിയുടെ മുന്നിൽ വിദ്യയ്ക്കായി മുട്ടുകുത്തി നിന്ന പരമേശ്വര ഭഗവാനെ പൂജിക്കുന്ന നാടാണ് ഭാരതം.
വിദ്യ ആരിൽ നിന്നും സ്വീകരിക്കാം, അവിടെ വലിപ്പച്ചെറുപ്പമില്ല എന്ന മഹാസന്ദേശമാണ് പ്രധാനം. രാജഗുരുവും മണികണ്ഠന്റെ മുന്നിൽ ശിരസ് കുനിച്ചത് ആ മഹാസന്ദേശത്തിന്റെ ഭാഗമായിരുന്നു. ഗുരു തിരിച്ചറിയുകയായിരുന്നു തന്റെ ശിഷ്യനായി വന്ന മണികണ്ഠൻ ആ താരകപരബ്രഹ്മം തന്നെയാണെന്ന്. എന്താ ചെറിയൊരു വർഗീയ പ്രശ്നം? എന്താ ഇത്? അമ്പലത്തിൽ കത്തിച്ചുവിട്ട വാണം ലക്ഷ്യം തെറ്റി പള്ളിയുടെ മുറ്റത്ത് വീഴും. അതുകൊണ്ട് സ്വാമിമാരുടെ വണ്ടി ഇതുവഴി പോകണ്ട, ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. 6 കിലോമീറ്റർ കഴിയുമ്പോ ഈ റോഡിൽ തന്നെ വന്നു ചേരും. അവര് പറഞ്ഞ വഴിയെ തന്നെ പോവല്ലേ പോലീസേപ്പ? വർഗീയ പ്രശ്നമാണെങ്കിൽ അത് തന്നെ നല്ലത്. ഡ്രൈവർ സ്വാമി, അതുവഴി വിട്ടോളൂ. ശരി സ്വാമി. എവിടെ തിരിഞ്ഞാൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ, വർഗീയത. മതത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ ഇത്ര അധപ്പതിച്ചു പോയല്ലോ. നിങ്ങളെപ്പോലുള്ള വിശ്വാസികൾ ഇതിനൊക്കെ കാരണം. വിശ്വാസികളല്ല, വിശ്വാസം നടിക്കുന്നവരാ പ്രശ്നങ്ങൾക്ക് കാരണം. യേശുനാഥനോ കൃഷ്ണ ഭഗവാനോ മുഹമ്മദ് നബി തിരുമേനിയോ ബുദ്ധ ഭഗവാനോ മറ്റൊരു മതത്തെയും നിന്ദിക്കാൻ പറഞ്ഞിട്ടില്ല. അവരുടെ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്നവരും അങ്ങനെ ചെയ്യില്ല. സ്വാർത്ഥ ലാഭത്തിനായി വിശ്വാസം നടിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും കണക്കാ. പോലീസുകാർക്കിടയിൽ ചിലരൊക്കെ കൈക്കൂലി വാങ്ങും, കള്ളത്തരത്തിന് ഒത്താശ ചെയ്യും. എന്ന് വെച്ച് എല്ലാ പോലീസുകാരെ അവരിൽ പെടുത്താൻ പറ്റുമോ? ഈ പോലീസ് അങ്ങനെ കാണാൻ പറ്റുമോ? അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണം തന്നെയല്ലേ? ആ കഥ പറയോ ഗുരുസ്വാമി? ആ കടല് കടന്നു വന്ന ഇസ്ലാം മതം കേരളക്കരയിലുടനീളം പരിവർത്തനങ്ങൾ നടത്തുന്ന കാലം. പടയാളിയും വ്യാപാരിയുമായ വാവർ ദേശങ്ങൾ വെട്ടിപ്പിടിച്ചു മുന്നേറി പന്തള രാജ്യത്തും എത്തി. ഏതോ ഒരു കടൽ കൊള്ളക്കാരൻ വാവരെന്നാണ് അവന്റെ പേര്. തീരദേശം മുഴുവൻ കൈയടക്കി ഇപ്പോൾ നമ്മുടെ രാജ്യത്തും എത്തിയിരിക്കുന്നു. നമ്മോട് അവൻ കണക്കില്ലാത്ത ധനം ആവശ്യപ്പെടും. അവന്റെ ഒരു ധാർഷ്ട്യം. ഒരു കടൽ കൊള്ളക്കാരൻ നമ്മോട്, സേനാപതി കൽപ്പിച്ചതനുസരിച്ച് അന്വേഷിച്ചു. അവന്റെ കപ്പൽപ്പട കരയിലും അജയ്യരാണ്. നിർത്തൂ അജയ്യത. നമ്മുടെ സൈന്യം കൽപ്പിച്ചു പൊറുക്കണം. നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്. ആളുവാർത്തവും നശിക്കാതിരിക്കാൻ നാം അവന് തിരുമുൽ കാഴ്ചവെക്കണമെന്നാണോ? വേണ്ട, മണികണ്ഠൻ എന്താ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ കാണാം. വേണ്ട പുത്ര, അതിക്രൂരനായ വിദേശക്രമിയെ എന്റെ പുത്രൻ കാണണ്ട. അവൻ ക്രൂരനും ചതിയനും ഇന്ദ്രജാലക്കാരനുമാണ്. ഞാൻ യുദ്ധത്തിനല്ല പോകുന്നത്, യുദ്ധമില്ലാതെ കഴിക്കാനാണ്. കുമാര, അത് സന്ധി സംഭാഷണമാവില്ലേ? ഇല്ല, ബാബറുമായി ഒരു സന്ധിയുമില്ല. നമ്മുടെ രാജ്യം ആക്രമിക്കില്ലെന്നുറപ്പ് അദ്ദേഹം തരും. നീ പന്തളൻ രാജാവിന്റെ ദൂതനോ അതോ കൊട്ടാരത്തിലെ ഏതോ കളിക്കുട്ടിയോ? ഇപ്പോൾ ദൂതൻ മണികണ്ഠൻ. നമുക്ക് ചെറുകുട്ടികളോട് കളിക്കാൻ താല്പര്യമില്ല. വെക്കോ, പോയി പറയൂ. അല്പം കൂടി ഉത്തരവാദിത്വമുള്ള ഒരാളേക്കാൻ. നീ പോയി വട്ടോ ആട്ടക്കളും കളിച്ചല്ലേ. ആവാം, എനിക്ക് നന്നായി കളിക്കാനും അറിയാം, കളി നിർത്താനും അറിയാം. അതിനു മുമ്പ് ഒരു കാര്യം, താങ്കൾക്ക് എന്താണ് ആവശ്യം? എന്റെ ആവശ്യം ഞാൻ പന്തളാധിപനോട് പറഞ്ഞിട്ടുണ്ട്. പന്തളാധിപൻ കപ്പം തരണമെന്നല്ലേ? വാവരെ, അത് അസാധ്യം. നീ വെറും കളിക്കുട്ടി. വാവരുടെ മുന്നിൽ നിൽക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അവരിയ്ക്കാൻ പറയാത്തതുകൊണ്ട്. ചെറുബാലനാണെങ്കിലും ചതുരത്തിൽ സംസാരിക്കുന്നു. നിന്റെ കുട്ടിത്തം നമ്മെ രസിപ്പിക്കുന്നു. കുട്ടികളെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ കുട്ടികൾ രാജ്യകാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്കതിന് സമയമില്ല. സമയമുണ്ടായേ തീരൂ. വാവർ കേട്ടേ തീരൂ. പന്തളാധിപൻ നിങ്ങളുടെ സാമന്തനല്ല. ഒരു ചില്ലിക്കാശ് കപ്പ ലഭിക്കില്ല. മാത്രമല്ല, ഈ രാജ്യത്ത് വ്യാപാരം ചെയ്യാൻ പന്തളാധിപൻ പണം നൽകിയേ തീരൂ. ലാഭത്തിൽ പാതി. സാധ്യമല്ല. സാധ്യമാവണം. ഈ രാജ്യത്തിന് അതിൻ്റെതായ നീതിയുണ്ട്, സംസ്കാരമുണ്ട്. അതനുസരിച്ച് ഇവിടെ ജീവിക്കാം. അപരിഷ്കൃതന്റെ സംസ്കാരം. കാടന്റെ കാടത്വമാണോ നിന്റെ നീതി വ്യവസ്ഥ? കണ്ണിൽ കണ്ട കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നതാണോ നിന്റെ ദൈവവിശ്വാസം? എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. എങ്കിൽ എന്തിന് ഇങ്ങോട്ട് വന്നു? കീഴടക്കാൻ. രാജ്യത്തെയും ജനതയെയും കീഴടക്കാൻ. എന്തിന്? സ്വന്തമാക്കാൻ. സ്വന്തമാക്കുന്നതൊക്കെ ബാബർക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടില്ല? കഴിയില്ല. ഭൗതികമായതെല്ലാം മരണം വരെ മാത്രം. ബന്ധുവും പുത്രനും ശ്മശാനം വരെ. എന്നാൽ സുഹൃതവും ദുഷ്കൃതവും പരലോകത്തുകൂടി പിന്തുടരപ്പെടുന്നു.
ആർക്കു വേണ്ടിയാണ് വാവർ ഇതൊക്കെ ചെയ്യുന്നത്? അവരിൽ ആരെങ്കിലും വാവർ ചെയ്യുന്ന തെറ്റായ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ തയ്യാറാകുമോ? തയ്യാറാവില്ലെന്ന് മാത്രമല്ല, അവരാൽ സാധിക്കുകയുമില്ല. കാരണം കർമ്മഫലം അനുഭവിക്കേണ്ടത് അവനവൻ തന്നെ. കർമ്മം ചെയ്യരുതെന്നാണോ? കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം കർമ്മഫലത്തിൽ നിന്ന് മുക്തരാവില്ല. ഭക്തിയുക്തമായ സേവന കർമ്മമാണ് ഉത്തമം. ആത്മാവിന് തന്റെ മനസ്സാണ് ബന്ധു, അത് തന്നെയാണ് ശത്രു. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക. മനസ്സ് ശുദ്ധമായാൽ അവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളും, സദ്ബുദ്ധി തെളിയും. ബുദ്ധി പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകും. തെറ്റ് സംഭവിക്കുകയില്ല. തെറ്റിൽ നിന്ന് ദുഃഖം ജനിക്കുന്നു, ശരിയിൽ നിന്ന് സന്തോഷവും. ഭൗതിക നേട്ടമല്ല വാവർ, ജ്ഞാനമാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടം. ഇതെല്ലാം നിങ്ങളുടെ ഈശ്വര സിദ്ധാന്തങ്ങൾ. ഒന്ന് മികച്ചത് മറ്റൊന്ന് ശരിയല്ലാത്തത് എന്നൊന്നില്ല. ഏത് പാത്രത്തിൽ ഉൾക്കൊള്ളുന്നുവോ വെള്ളം ആ രൂപം സ്വീകരിക്കുന്ന പോലെ ഈശ്വരനും ഉൾക്കൊള്ളുന്ന വ്യക്തിയുടെ ജീവിത രീതിക്കനുസരിച്ച് പ്രകടമാവുന്നു. അല്ലാ എന്ന് മാത്രം വിളിക്കുന്ന വാവർക്കും നമഃശിവായ മന്ത്രം ചൊല്ലുന്ന നമുക്കും ഈശ്വരൻ പ്രസാദിക്കുന്നു. പേരല്ല, സത്യമാണ് ഈശ്വരൻ. ഏത് നാമത്തിൽ വിളിച്ചാലും വിളിക്കുന്നവന്റെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് പ്രസാദിക്കുന്നു. സകല ചരാചരങ്ങൾക്കും തുല്യ അവകാശമുള്ളതാണ് ഈ ഭൂമി. അതുകൊണ്ട് തന്നെയാണ് കല്ലിലും വൃക്ഷങ്ങളിലും സർപ്പങ്ങളിലും മൃഗങ്ങളിലും മറ്റേതൊന്നിലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കുന്നതും ആരാധിക്കുന്നതും. യുദ്ധം മനുഷ്യ മനസ്സുകളിൽ നിന്നല്ല ഉണ്ടാവുന്നത്. അനേകം ജീവൻ അപഹരിക്കുന്നതും ദുഃഖഹേതുവുമായ യുദ്ധം എന്തിനാണ്? അത് ഒഴിവാക്കണം വാവർ. പിടിച്ചെടുക്കുന്നതിനേക്കാൾ ആനന്ദപ്രദമല്ലേ അനുവാദത്തോടെ അനുഭവിക്കുന്നത്? ഈ രാജ്യം അങ്ങേടത് കൂടിയാണ് വാവർ. അതിഥി ദേവോ ഭവ. സ്വാഗതം രാജ്യത്തേക്കും നമ്മുടെ മനസ്സിലേക്കും. മണിയണ്ട, ഈ ലോകം വെട്ടിപ്പിടിക്കണമെന്ന് അഹങ്കരിച്ചവരാണ് നാം. ഈ നാട്ടുകാർ അപരിഷ്കൃതനാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് ധരിച്ചു. അവിടുന്ന് എന്റെ കണ്ണു തുറപ്പിച്ചു. എല്ലാ പ്രവാചകരും സത്യദർശികളാണെന്ന് നമുക്കിപ്പോ ബോധ്യമായി. വേദവാക്യമായ തത്വമസിയുടെ അർത്ഥം ഗ്രഹിച്ച വാവർ എല്ലാം ഒന്നാണെന്നറിഞ്ഞു. ഖുറാനും ബൈബിളും ചതുർവേദങ്ങളും ഒന്നെന്നറിഞ്ഞു. ആരും ആരെയും കീഴടക്കുകയല്ല, വിശ്വാസ പരിവർത്തനങ്ങൾ നടത്തുകയുമല്ല. ഏത് വിശ്വാസ പ്രമാണത്തിലൂടെയും പരമമായ ഈശ്വര ദർശനമാണ് മുഖ്യമെന്നറിഞ്ഞു. ആ ഈശ്വരൻ തന്നെയാണ് താനെന്നറിഞ്ഞു. അടിയനിനി അവിടുത്തെ ദാസനാണ്. അല്ല, സുഹൃത്താണ്. യജമാനനും ദാസനുമാവുമ്പോൾ വലിപ്പച്ചെറുപ്പം ഉണ്ടാവുന്നു. സുഹൃത്തുക്കൾ തുല്യരാണ്. സൗഹൃദം നന്മകൾ ഉണ്ടാക്കും. ജീവിതകാലം മുഴുവൻ അവിടുത്തെ സൗഹൃദം അനുഭവിക്കാൻ ഈ ഉള്ളവനെ ഇടവരുത്തണമേ. ഈ സൗഹൃദം കാലാതീതമായി നിലനിൽക്കും. മാനവരാശിയുടെ ഏകീകരണത്തിന് കാരണമാവും അവർ. ഞാൻ അറിയുന്നു അവിടുന്ന് ആരാണോ. തത്വമസി. തോമസി, ആ തത്വമസിയുടെ അർത്ഥം അറിയാനാണല്ലോ ഈ യാത്ര. ജീവിതം അർത്ഥപൂർണമാക്കാനുള്ളതല്ലേ ഈ യാത്ര. ശരിക്കും തത്വമസി വാക്യം തേടുന്ന യാത്ര. തത്വമസി വാക്യം തേടും യാത്ര, വനതാപസനെ തേടും മോക്ഷയാത്ര. തത്വമസി വാക്യം തേടും യാത്ര, വനതാപസനെ തേടും മോക്ഷയാത്ര. ഊഷരഭൂവിൽ നിന്നും കാനനവീതിയിലൂടെ ശബരിനാഥനെ തേടി തേടി പോകും തീർത്ഥയാത്ര. തത്വമസി വാക്യം തേടും യാത്ര, വനതാപസനെ തേടും മോക്ഷയാത്ര.
സത്യമേവ ജയതേ വേദവചനം ധർമ്മമേവ ജയതേ ഗീതാവചനം കുലമേതായാലും നാമയ്യനയ്യപ്പൻ മതമേതായാലും നാമയ്യനയ്യപ്പൻ അയ്യനയ്യനാണെല്ലാരും അയ്യനയ്യനാണെല്ലാരും ഇരുമുടിയേന്തിയ ഭക്തരിലെല്ലാം പരമാത്മഭാവം തത്വമസി വാക്യം തേടും യാത്ര വനതാപസനെ തേടും മോക്ഷയാത്ര മുൻകെട്ടിനകത്തുണ്ടേ പുണ്യഭാവം പിൻകെട്ടിനകത്താണേ പാപഭാരം നമ്മെ നാം അറിയാനേ മാമലയാത്ര ജന്മപ്പൊരുളറിയാനീ ജീവിതയാത്ര ജന്മാന്തരമീ പുണ്യങ്ങൾ ജന്മാന്തരമീ പാപങ്ങൾ ജനനം മരണം ജനനി ജഠരേ ശയനം വീണ്ടും തത്വമസി വാക്യം തേടും യാത്ര വനതാപസനെ തേടും മോക്ഷയാത്ര ഊഷരഭൂവിൽ നിന്നും കാനന വീതിയിലൂടെ ശബരിനാഥനെ തേടി തേടി പോകും തീർത്ഥയാത്ര തത്വമസി വാക്യം തേടും യാത്ര വനതാപസനെ തേടും മോക്ഷയാത്ര ശരണം ശരണമേ ശരണം ശരണമേ ശരണം ശരണമയ്യപ്പ 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 സെക്രട്ടറിക്ക് എന്താ ഒരു ക്ഷീണം പ്രസിഡന്റ് സ്ഥലത്തില്ലാഞ്ഞിട്ടാണോ? അതെ, രമേശൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് സംഘടനാപരമായ ചില കാരണങ്ങളുണ്ടാവും. മാഷ് നോക്കിക്കോ, രമേശൻ ശബരിമലയിലും പ്രസംഗിക്കും. നിങ്ങളുടെയൊക്കെ വിശ്വാസങ്ങൾ പൊളിച്ചടുക്കുകയും ചെയ്യും. നമുക്ക് കാണാം. അയ്യപ്പന്റെ തിരുമുന്നിലെത്തുന്ന രമേശന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്നും സംഭവിക്കില്ല. രമേശൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചെത്തുകയും ചെയ്യും. ശരിയാണ്, രമേശൻ പൂർവാധിക ശക്തിയോടെ തന്നെ തിരിച്ചെത്തും. പക്ഷേ അത് സുഗുണൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ലെന്ന് മാത്രം. രമേശൻ അവനെ തന്നെ തിരിച്ചറിയും. അയ്യപ്പൻ എന്ന സത്യം താൻ തന്നെയാണെന്ന തിരിച്ചറിവ്. എല്ലാരും വരിക. എപ്പോഴാ വരികയെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കുമാരന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോയ അയ്യപ്പന് തൃപ്തിയാവോ? സ്വാമിയേ, ഇരിക്ക. അയ്യപ്പ, ഗുരുസ്വാമിക്ക് ഇഷ്ടാന്ന് പറഞ്ഞ് മോള് പ്രത്യേകം ഉണ്ടാക്കിച്ചതാ. നന്ദിനിക്കുട്ടി എവിടെ? സ്കൂളിൽ പോയിരിക്കുക. ഇപ്പൊ വരും. അവളുടെ അസുഖമൊക്കെ ഒക്കെ മാറി. അയ്യപ്പ സ്വാമിയുടെ മായാവിലാസം ഇപ്പൊ പയറുമണി പോലെ ഉരുണ്ട് നടക്കുക. വന്നൂലോ. സ്വാമി ശരണം. ശരണമയ്യപ്പ. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി പഠിക്കുന്നില്ലേ? മേടക്ക് അട അസലായിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടിക്കല്ലേ അസുഖം ഉണ്ടായിരുന്നത്? താമസിച്ചിരുന്ന വീടും കുടിയും വിറ്റ ഇവളുടെ ചികിത്സ നടത്തിയത്. കരളിനകത്ത് ക്യാൻസർ ആയിരുന്നു. ഡോക്ടർമാരെല്ലാം എഴുതി തള്ളി. ഏറിയാലൊരു 3 മാസം. കറണ്ട് അടുപ്പിച്ച് ഇവളങ്ങ് കരിക്കട്ട പോലായി. മോളിനി ഇല്ലാന്ന് തീർച്ചയായി. അപ്പോഴാ കഴിഞ്ഞ ആണ്ടി ഗുരുസ്വാമി പറഞ്ഞേ നടന്ന് മല ചവിട്ടി 41 ദിവസം ഭജന ഇരിക്കാൻ.
വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തടഞ്ഞു. മല ചവിട്ടിയാ ചത്തുപോകുന്നു. മരിച്ചാ മരിക്കട്ടെ എന്ന് ഉറപ്പിച്ച് ഞാനും മോളും മല ചവിട്ടി. 2 അടി വെച്ചാ ഇരിക്കും, പിന്നെ 2 അടി. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. സന്നിധാനത്തിൽ എത്തിയപ്പോ തന്നെ മോൾക്ക് സുഖമായി തുടങ്ങി. ഇങ്ങനെ കുറെ കള്ളക്കഥകള്. അത് കരളിൽ ക്യാൻസർ ഒന്നും ആവില്ല. ക്യാൻസർ ഒന്നും അങ്ങനെ മാറില്ല. അത് വേറെ എന്തെങ്കിലും നിസ്സാര കുഴപ്പമാവും. ആ ഡോക്ടർക്ക് തെറ്റിയതാ. അങ്ങനെ പറയരുത്. ഒരു നിമിഷം. ദാ, തിരുവനന്തപുരത്തെ ഡോക്ടർ എഴുതിയതാ. ഇത് എറണാകുളത്ത് നിന്ന്. ദാ, ഇത് കണ്ടോ, മദിരാശി വരെ പോയി. എല്ലാരും പറഞ്ഞത് ഒന്ന് തന്നെയാ, ക്യാൻസർ. ദാ, ഇത് കണ്ടോ, മല ചവിട്ടിയ ശേഷം അസുഖം മാറിയെന്ന് ഡോക്ടർ എഴുതിയതാ. ഒരു അസുഖമില്ല. അയ്യപ്പൻ തന്നെയാ മാറ്റിയത്. എന്റെ അയ്യപ്പൻ തന്നെയാ സുഖാക്കിയത്. സാറിനറിയോ, ചികിത്സിച്ച ഡോക്ടർ ഇപ്പൊ വ്രതം എടുത്ത് മല ചവിട്ടുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യര ആ മലയിൽ ഇരിക്കുന്നത്. വിശ്വാസമാണ് ഈശ്വരൻ. വിശ്വസിച്ചാൽ എല്ലാം തരും. സത്യമാണ് ഈശ്വരൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യമായി നിലകൊള്ളുന്നു. ആ സത്യമാണ് ധർമ്മശാസ്താവായ അയ്യപ്പൻ. അതറിയുന്നു, വരമേകുന്നു. കാരുണ്യവാനായ അയ്യപ്പ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം നടത്താറായപ്പോൾ ശരീരത്തിന്റെ രോഗങ്ങൾ മാറി. രോഗം മാറിയത് ശരീരത്തിന്റെ പ്രതിഭാസമായിക്കൂടെ? ആണല്ലോ. ശരീരത്തിനല്ലേ രോഗം. ആത്മാവ് പരമാത്മാവിൽ ലയനം പ്രാപിക്കുമ്പോൾ ശരീരം ശുദ്ധമാകുന്നു, രോഗം മാറുന്നു. എന്തിനുണ്ടൊരു ന്യായം? പലയിടത്തും റോഡ് പണി നടക്കുന്ന കാരണം ഈ വഴി പോയാൽ സമയമെടുക്കും. വേറെ വഴിയൊന്നും എനിക്കറിയില്ല. എരുമേലി സ്റ്റേഷനിൽ കുറച്ചുകാലം ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നോണ്ടേ ഈ സ്ഥലമൊക്കെ എനിക്ക് നല്ല പരിചയ. ഡ്രൈവറെ, അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരി. ഒരു കാട്ടുപാത എത്തും. എരുമേലിക്ക് 2 കിലോമീറ്റർ ഇപ്പുറത്ത് ചെന്ന് ചേരും. അറിയാത്ത വഴിക്ക് പോണോ? എനിക്കറിയാലോ. 2 മണിക്കൂർ ലാഭിക്കുകയും ചെയ്യാം. രാത്രിയാ, വഴി തെറ്റിയാലോ? വലിയവർ സംസാരിക്കുന്ന ഇടയ്ക്ക് അഭിപ്രായം പറയരുത്. വലിയവർക്ക് തെറ്റ് പറ്റുമ്പോ അതായിരിക്കും വലിയ തെറ്റ്. നമുക്ക് നേർവഴിക്ക് പോരെ? ഇക്കാര്യത്തിലേക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസുകാരനല്ലേ. അതുകൊണ്ട് എന്താ, വഴി തെറ്റൂലേ? പോലീസ് അയ്യപ്പൻ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിലാവാം. വഴി പറഞ്ഞു കൊടുത്തോളൂ. ഡ്രൈവർ, ദേ അടുത്ത ജംഗ്ഷന് വലത്തോട്ട്. അറിയാത്ത വെള്ളച്ചൊറിയും പറയും. എന്ത്? അല്ല, ചൊറിയും പറയുന്നു പറഞ്ഞാണേ. ആ, ചൊറിയും. എത്ര നേരമായി ട്രൈ ചെയ്യുന്നു. രമേശേട്ടൻ എവിടെ പോയി? കാത്തോളണേ ഭഗവാനെ. എടോ ഡ്രൈവറെ, എന്താ പറ്റിയേ? സെൽഫ് എടുക്കുന്നില്ല. എത്തിയോ? എത്തി. ഏതോ ഘോരവനത്തില്. വണ്ടി അനങ്ങോ ഡ്രൈവർ സ്വാമി? വണ്ടി അനങ്ങുന്നില്ലെങ്കിലും കാട് അനങ്ങുന്നുണ്ടോന്നൊരു സംശയം. വല്ല ആനയോ പുലിയോ മറ്റോ ആണോ? പോലീസ് സാഹിബൻ കൂടെ ഉള്ളപ്പം ആനയും പുലിയൊക്കെ വരുമോ? ഏത് നേരം ഈ ചീവീടിനെ പോലെ ചലിച്ചോണ്ടിരിക്കും. ഇയാള് വേഗം നോക്ക്, എന്താ ചെയ്യാൻ പറ്റുമെന്ന്. കേട്ടാത്തൊന്നും ഡ്രൈവർ സ്വാമിയാ വണ്ടി അടാക്കിയെന്ന്. മണിക്കുട്ടാ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാരും ഒന്ന് സമാധാനായിട്ടിരിക്കുക. അയാള് നോക്കി ശരിയാക്കട്ടെ. എല്ലാരും കൂടെ ഒന്ന് വണ്ടി തള്ളിത്തരുമോ? പിന്നെന്താ, വരിക. ആ, ഇറങ്ങ ഒന്ന് വേഗം ആട്ടെ. എല്ലാരും ഇറങ്ങ. അങ്ങോട്ട്. ആ, കുറച്ച് പേരിങ്ങ് വാ. ശരിക്കൊന്നും തള്ളു പോലീസ് സാഹിബ. തള്ളു. ബ്രേക്ക് ജാമെന്ന് തോന്നുന്നു. എവിടുന്നാടോ ഓരോ പാട്ട വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നേ മനുഷ്യനെ മെനക്കെടുത്താൻ? ഇന്നിനി നടക്കില്ല. എന്തൊരു തണുപ്പ്. നാളെ നേരം വെളുത്തിട്ട് വല്ല വർക്ക്ഷോപ്പിലും കാണിക്കാം. ഏതാ ഈ സ്ഥലം എന്നൊരു എത്തും പിടിയില്ല. വഴി തെറ്റിന്നുള്ള ഉറപ്പാ.
ജനവാസം ഉണ്ടോന്ന് എന്നെ സംശയ. അപ്പോ ഇന്ന് രാത്രി ഇവിടെ തന്നെയാണോ? എവിടെയായാലും അയ്യപ്പൻ കൂടെ ഇല്ലേ? എനിക്കിന്ന് വേഗം പോണ്ടതുണ്ട്, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനാ. അതാ ഇപ്പൊ നന്നായ. ഇവരെ വഴി തെറ്റിച്ച് വണ്ടി ഏടാക്കിയിട്ട് തടിയൂരാ. നാളെ വണ്ടി ശരിയാക്കിയിട്ട് ഇവർക്കൊപ്പം പോയാ മതി പോലീസായപ്പൻ. ആരും വിഷമിക്കണ്ട, ഇന്ന് ഇവിടെ വിരിവെച്ച് കിടക്കാം. എല്ലാം അയ്യപ്പന്റെ പരീക്ഷണങ്ങളാണ്. നമുക്ക് എല്ലായിടവും സന്നിധാനം, ഏതവസ്ഥയും അയ്യപ്പമയം. സ്വാമിയേ വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുത്തു വിറകെടുത്തി. ഇതെന്ത് ശ്ലോക സ്വാമി? വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുപ്പാൻ. സാക്ഷാൽ തിരുവുള്ളക്കാവ് ശാസ്താവിന്റെ തിടപ്പള്ളിയിൽ നിന്നും വിറകെടുത്ത് ശരീരത്തിന്റെ വിറയല് മാറ്റിയ യമഹപ്പട്ടേരുടെ ശ്ലോക. തിരുവുള്ളക്കാവോ? അതെവിടെയാ? ഗുരുസ്വാമി പോയിട്ടുണ്ടോ അവിടെ? ആ, ഞാൻ തൊഴുതേക്കണു. പെരുമനം ഗ്രാമക്കാരുടെ മുഖ്യക്ഷേത്രം. ഇപ്പോഴും അവിടെ എഴുത്തിനിരുത്താൻ ആയിരക്കണക്കിന് ആളുകൾ മക്കളെയും കൊണ്ടുവരും. മലയാളത്തിന്റെ ഗാനഗന്ധർവനായിരുന്ന ചങ്ങമ്പുഴയെയും അവിടെയാണത്രേ എഴുത്തിനിരുത്തിയത്. അവിടെ തൊഴുതാൽ കവിത എഴുതാൻ പറ്റുമോ ഗുരുസ്വാമി? എന്താ സംശയം? അങ്ങനെയല്ലേ പട്ടത്ത് പട്ടേരി മഹാകവിയായത്? അദ്ദേഹം അതിനു മുമ്പ് ഒരു വിദ്യാസുരനായിരുന്നു അത്രേ. ഓ കുട്ടികളെ, ഇതെന്താ വഴി തരാതെ എങ്ങനെ നിർത്തണേ? എന്താ നിങ്ങൾക്ക് കളിക്കാനുള്ള കുട്ടിയാണോ ഞാൻ? ഓ കുട്ടികളെ, ഒരു ദിവസം അർദ്ധരാത്രി തണുപ്പും വിശപ്പും സഹിക്കാനാവാതെ പട്ടേരി തിരുവുള്ളക്കാവിലെത്തി. ശാത്താവേ, വാസുവിന് വിശന്നിട്ട് വയ്യല്ലോ. ഈ കൊടവയറ് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. വാസു ചത്തപ്പ ആർക്കാ സങ്കടം ഉണ്ടാവുക? എന്റെ അമ്മയ്ക്ക് മാത്രം. ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കല്ലേ, മണ്ടൻ പട്ടേരിന്ന്. ഹോ, തണുത്തിട്ട് വയ്യ ശാത്താവേ, തണുത്തിട്ട് വയ്യല്ലോ ശാത്താവേ. നീ ഉറങ്ങിയ ശാത്താവേ? വിശന്നിട്ട് വയ്യ. ഇവിടെ എന്തെങ്കിലും തിന്നാണ്ടാവോ? ഒന്നുമില്ലല്ലേ. ഞാനിവിടെ കിടക്കാൻ പോവുക. സങ്കടം വരുമ്പോ നിന്നോട് പറഞ്ഞാ മതിന്നാ അമ്മ പറഞ്ഞേ. എന്നിട്ടെന്താ, നീ ഉറങ്ങ. അയ്യോ, സഹിക്കണില്ലോ വിശപ്പ്. ഉറങ്ങാൻ പറ്റില്ല, എന്തെങ്കിലും വേണല്ലോ തിന്നാൻ. ഓ ഓ, ഹേ, ഇതാരാ പഴം കൊണ്ടെന്ന് വെച്ചത്? നേദ്യത്തിനുള്ളതാണോ? എന്തായാലും ഞാൻ ഇത് തിന്നാൻ പോവുക. ആകെ 2 എണ്ണ വിളിച്ചാലും വിശപ്പ് മാറി. ഓ, ഈ തണുപ്പ സഹിക്കാൻ വയ്യാത്തെ. വിറകുണ്ടല്ലോ, ഇത് മതി. ഞാൻ ഇതുകൊണ്ട് തീ കായാൻ പോവുക. ഇവിടെ കിടക്കട്ടെ. ആ, തീ ഉണ്ടായത് നന്നായി. കിടക്കണുണ്ടല്ലോ. ആരെപ്പോ വാതില് തുറന്നേ? ശാന്തി തിരുമേനി വരാറായില്ലല്ലോ. വാതിൽ അടച്ചിടണം എന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആരാത്? ദാപ്പ നന്നായേ, മണ്ടമ്പട്ടേരിയാ. നേദ്യം വെക്കാനുള്ള വിറകെടുത്ത് കത്തിച്ചൂലോ ഭഗവാനെ. പട്ടേരി, പട്ടേരി, എന്തായി കാണിച്ചേ? കിടന്നുറങ്ങാനുള്ള സ്ഥലമാണ് അമ്പലം. എന്തിനാ കത്തിച്ചേ ഈ വിറകൊക്കെ? വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുത്തു വിറകെടുത്തി. അയ്യപ്പാ, എന്താ കേക്കണേ? മണ്ടമ്പട്ടേരി ശ്ലോകം ചെല്ലേ. തണുത്ത് വിറകൊണ്ടത് മാറ്റാൻ വിറകെടുത്തു എന്നല്ലേ ഈ പറയണതിന്റെ അർത്ഥം? തേഷാം സതതയുക്താനാം ഭജനാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യോഗമാമുപയന്തിതേ. സതതയുക്തന്മാരും പ്രീതിപൂർവകം ഭജിക്കുന്നവരുമായവർക്ക് ഞാൻ ബുദ്ധിയോഗം നൽകുന്നു. ആ വഴിക്ക്
അവർ എന്നെ പ്രാപിക്കുന്നു. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും അടങ്ങിയിരിക്കുന്നു സർവജ്ഞാനം. ചിലരിൽ ഉണർന്നിരിക്കുന്നു, മറ്റു ചിലരിൽ ഉറങ്ങിയിരിക്കുന്നു. ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ ഏതൊരാളിന്റെ ജ്ഞാനാ ഉണരാത്തെ? യമഹ പട്ടേരിക്ക് സംഭവിച്ചതും അത് തന്നെയാ. ഇനി ഗുരുസ്വാമിക്ക് സംഭവിക്കാൻ പോണതും അത് തന്നെയാ. സ്വാമിയേ ശരണമയ്യപ്പ. ത്രിഗുണിതമണിപത്മം വജ്രമാണിക്യദണ്ഡം ശിരസുമശരപാശമിക്ഷുകോദണ്ഡകാണ്ഡം ഹൃദമധുയുധപാത്രം വിവ്രതം ഹസ്തപദ്മൈ ഹരിഹരസുതമീഡേ ചക്രമന്ത്രാത്മമൂർത്തി സ്വാമി ശരണം. നേരം വെളുക്കുന്നതിന് മുമ്പേ തുടങ്ങിക്കോളൂ. സ്വാമി ശരണം ശരണമയ്യപ്പൻ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. താങ്ക്സ്. എന്തിന്? ഇത്രയും മനോഹരമായ സ്ഥലത്ത് കൊണ്ടുവന്നേന്. ഉറക്കം ഉണർന്നേ ഉള്ളൂ, അതിനു മുമ്പേ ചലച്ചു തുടങ്ങിയല്ലോ. പോലീസ് മാവനല്ലേ ഇപ്പൊ ഉണർന്നത്? ഞങ്ങളൊക്കെ എപ്പോഴേ ഉണർന്നു. മോർണിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ക്ലീൻ. കുളിച്ചോ? എവിടെ പോയി? ദാ ആ മലേന്റെ അപ്പുറത്ത് നല്ല ഒരു പുഴയാ. ഞങ്ങളൊക്കെ അവിടെ പോയി കുളിച്ചു. അവിടെ പുഴയുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അയ്യപ്പന്മാർക്ക് കുളിക്കാനൊക്കെ പുഴയുണ്ടാവുമെന്ന് ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. എല്ലാരും കൂടി അന്വേഷിച്ചു. അയ്യപ്പൻ കാണിച്ചു തരാതിരിക്കുമോ? ഇത്രയും സ്നേഹമുള്ള അയ്യപ്പൻ ഉണ്ടായിട്ടാ വഴി തെറ്റിയതും വണ്ടി കേടായതൊക്കെ? പോലീസ് ഭവനല്ലേ വഴി തെറ്റിച്ചത്? അയ്യപ്പനാണോ? ആഹാ. വഴി തെറ്റിയപ്പോ വണ്ടിക്ക് സങ്കടായി. വെറുതെ ഓടണ്ടെന്ന് എഴുതി അവിടെ നിന്നു. ആ പോലീസ് അയ്യപ്പൻ പോയി പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരിക. എന്നിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് അന്വേഷിക്കണം. ഈ ഭാഗത്തൊന്നും ആരെയും കാണാനില്ല. പുഴയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. വാ വാനേ. എന്തൊരു തണുപ്പാ. നല്ലതാ. പോലീസ് ഇച്ചിരി ചൂട് കൂടുതലാ. തണുക്കട്ടെ. എടാ, നിന്റെ വാചകടി കേൾക്കുമ്പോഴാ എന്റെ ചൂട് കൂടുന്നത്. ഹോ, ആ ദിനകരനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു സാധനത്തിന് എന്റെ തലയിൽ വെച്ച് കിട്ടിയത്? ഗുരുസ്വാമി പറയുന്ന പോലെ ഒക്കെ വിധിയാ. വിധിയെ തടുക്കാൻ ആർക്കാവാം. എല്ലാം വിധിയാണ്. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഈശ്വരനെ വിളിക്കുന്നത്? ആ വിധി എന്നെ ഈശ്വരൻ. ആ ഈശ്വരന്റെ തീരുമാനങ്ങൾക്കൊത്ത് ജീവിക്കാനുള്ള ശക്തി കിട്ടാനാ ഈശ്വരനെ വിളിക്കുന്നത്. ഓഹോ, ഇതും ഗുരുസ്വാമി പറഞ്ഞതാണോ? ഇത് ഞാൻ പറയുന്ന തന്നെയാ. എന്താ കുഴപ്പമുണ്ടോ? നീ ആള് കൊള്ളാലടാ. അയ്യോ, എന്റെ ചെരുപ്പ്. എന്റെ ചെരുപ്പ്. അയ്യപ്പന്മാര് ചെരുപ്പിടില്ല. പോലീസ് സാഹിബിന് ചെരുപ്പ് വേണ്ടെന്നോ? ആഹാ. മണിക്കുട്ടനും പോലീസ് അയ്യപ്പനും കുളിക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. വർക്ക്ഷോപ്പിലും പോണ്ടേ? നമുക്കാർക്കാ ഇവിടെയൊക്കെ പരിചയമുള്ളത്? ആ പോലീസ് അയ്യപ്പനാകുമ്പോ ഇവിടെ ആരെയെങ്കിലും പരിചയം ഉണ്ടാവും. അയാളിങ്ങി വരട്ടെ. അയാള് കാരണമല്ലേ നമ്മൾ ഈ വഴി കുടുങ്ങിയത്. മെയിൻ റോഡിലായിരുന്നെങ്കിൽ വല്ല വർക്ക്ഷോപ്പ് എങ്കിലും കണ്ടേനെ. ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലം. ഹോ, എന്ത് രസാ ഈ കാടും പുഴയും ഈ മരങ്ങളൊക്കെ. എനിക്ക് ഓടി കളിക്കാനാ തോന്നുന്നേ. എനിക്ക് ഓടി പോവാനാ തോന്നുന്നു ഈ നരകത്തിന്ന്. അയ്യപ്പന്റെ പൂങ്കാവന കാടെന്ന് ഗുരുസ്വാമി പറയുന്ന കേട്ടിട്ടില്ലേ? പോലീസ് അയ്യപ്പൻ പുലിയും കാണും. അയാൾ ഇതുപോലെ പലതും പറയും. പൂങ്കാവനം പോലും. ഹോ, കുപ്പിക്കഷ്ണം കുത്തി കയറുന്ന പോലെയാ കാലി കല്ല് തറക്കുന്നത്. എന്തൊരു വേദന. എനിക്ക് എന്റെ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും പോലീസ് അയ്യപ്പന്റെ കാല് നിലത്തല്ലല്ലോ. ചില ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാട്ടിൽ ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുന്നത്. ചിലരൊക്കെ പിന്നീട് പച്ചിലയും ചുറ്റി കാട്ടിൽ തന്നെ കഴിയുന്നതും കണ്ടിട്ടുണ്ട്. എന്താ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ? ഹൈഗേടാ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അതിന് വണ്ടി ഒന്നാക്കണ്ടേ? വർക്ക്ഷോപ്പിൽ പോണ്ടേ? അതൊക്കെ ആ ഡ്രൈവറുടെ ഡ്യൂട്ടിയാ. അയാള് പോയി നോക്കട്ടെ. നീ നടക്ക്. ഇതാ ഇപ്പൊ നന്നായ. ആ ഡ്രൈവർക്ക് ഈ നാട് പരിചയമുണ്ടോ? ഇന്നലെ പോലീസ് അയ്യപ്പൻ തന്നെയല്ലേ പറഞ്ഞ് ഈ വഴി എനിക്ക് പരിചയമുണ്ട്, എല്ലാം എനിക്കറിയാമെന്ന്. പാവം സ്വാമിമാര് പോലീസ് അയ്യപ്പനെ വിശ്വസിച്ചല്ലേ അവര് വന്നത്. ആ നിലയ്ക്ക്
പോലീസ് സേവൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വാനേ മെക്കാനിക്ക് പണിയുടെ പോക്ക് കണ്ടിട്ട് ഉച്ചഭക്ഷണം ഇവിടെ തന്നെ വേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഗുരുസ്വാമി എന്തു പറഞ്ഞു? ഗുരുസ്വാമി അത് തന്നെ പറഞ്ഞേ. ആ, എന്നാ വെള്ളത്തിനായി പുഴയിലേക്ക് പോകേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ പാചകം പുഴക്കരയിലേക്ക് മാറ്റുന്നതാ നല്ലത്. എന്തു വെയിലാ ഇവിടെ. ഒരു മിനിറ്റ്, ഞാൻ ഗുരുസ്വാമിയോട് ഒന്ന് ചോദിക്കട്ടെ. ആ, പോലീസ് സേവൻ ഉറങ്ങിക്കോ, ഞാൻ കാലടി വിത്തരാം. അച്ഛനും മോനും വലിയ സ്നേഹത്തിലാണല്ലോ. പാവം, നമുക്കൊക്കെ വേണ്ടിയല്ലേ പോലീസ് സേവൻ ചുമന്ന് മലയേറിയത്. അപ്പോ നമ്മൾ തിരിച്ചും ശുശ്രൂഷിക്കണ്ടേ? തീർച്ചയായും വേണം. മാനവ സേവ തന്നെയാണ് മാധവ സേവ. ഏതൊന്നിലും ഈശ്വര ചൈതന്യമാണെന്നറിഞ്ഞ് സേവ ചെയ്യുക. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെങ്കിലേ പിന്നെ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ശബരിമലക്ക് പോണത്? ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം ആ ഈശ്വരനെ അറിയണം. സൽക്കർമ്മങ്ങളാണ് പ്രധാനം. എന്താണ് ഈ സൽക്കർമ്മങ്ങൾ? മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത ആനന്ദപ്രദമായ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ കർമ്മം ചെയ്തവനു കൂടെ ആനന്ദപ്രദമായാലേ സത്കർമ്മങ്ങളാകൂ. അയ്യപ്പന്റെ ജീവിതകാലത്ത് നടന്ന ഏതെങ്കിലും കർമ്മങ്ങൾ ഞങ്ങൾക്കായി പറഞ്ഞു തരാമോ സ്വാമി? പിന്നെന്താ, നീതിനിഷ്ഠനായിരുന്നു അയ്യപ്പൻ, ധർമ്മനിഷ്ഠനായിരുന്നു അയ്യപ്പൻ. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പന്തളം കൊട്ടാരത്തിൽ തിരിച്ചെത്തി അയ്യപ്പൻ. ആ ഇടയ്ക്ക് രാജസദസ്സിൽ ഒരു അത്ഭുതം നടന്നു. വിധി കൽപ്പിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു തർക്കം രാജസദസ്സിലെത്തി. മഹാരാജാവേ, പ്രജകളുടെ നഷ്ടം പരിഹരിക്കാൻ രാജാവിന് ബാധ്യതയുണ്ട്. ഇതാണ് ധർമ്മനീതി. നാം ശരിവെക്കുന്നു. പന്തളത്തിന്റെ അനന്തരാവകാശിയായ മണികണ്ഠന്റെ നീതിബോധത്തെ നാം പ്രശംസിക്കുന്നു. ഏതു നല്ല കാര്യത്തിനും മറുവശം ചിന്തിക്കുന്നവരുണ്ടല്ലോ. അതുതന്നെ കൊട്ടാരത്തിനും സംഭവിച്ചു. പന്തള രാജധാനിയിൽ ധർമ്മനീതി അനുസരിച്ച് ജീവിച്ച അയ്യപ്പനോട് സേനാധിപനും മന്ത്രിക്കും അസൂയ തോന്നി. അനന്തരാവകാശികളില്ലാത്ത പന്തളം കൊട്ടാരത്തിൽ അധികാരമോഹത്തോടുകൂടിയാണ് നാം കഴിഞ്ഞിരുന്നത്. മണികണ്ഠന്റെ വരവോടെയും രാജരാജകുമാരന്റെ ജന്മത്തോടെയും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റെങ്കിലും ഇത് നമുക്ക് സഹിക്കാനാവുന്നില്ല. സർവാധികാരിയായിട്ടാണ് മണികണ്ഠൻ വളരുന്നത്. അത് തടയണം. ഏത് മാർഗത്തിലൂടെ? കാട്ടിൽ നിന്ന് വന്നവൻ കാട്ടിലേക്ക് തന്നെ പോണം. ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്ത വിധം കാട്ടിലേക്ക് തന്നെ. എന്ത് അസംബന്ധമാണ് മന്ത്രി താങ്കൾ ഈ പറയുന്നത്? മണികണ്ഠൻ തന്നെയാണ് നമ്മുടെ മൂത്ത പുത്രൻ. ദത്തുപുത്രൻ അല്ല, നാം ഒരിക്കലും അങ്ങനെ കരുതില്ല. കരുതണം. അന്ധമായ സ്നേഹം രാജനീതിക്ക് ഭംഗം വരുത്തരുത്. മക്കളില്ലാത്തപ്പം ദത്ത് അനുവദനീയമാണ്. സ്വന്തം പുത്രനുണ്ടായാൽ അവൻ തന്നെ രാജാവകാശി. അവർ രണ്ടുപേരും തമ്മിൽ നമുക്ക് വ്യത്യാസമില്ല. ഉണ്ട്. മായാവിയായ മണികണ്ഠൻ അവിടുത്തെ മനസ്സിനെ മായയാൽ ഭ്രമിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മാത്രമല്ല, സകലരുടെയും. മായാവിയോ? കേവലം 12 വയസ്സുള്ള ബാലൻ പണ്ഡിത ശിരോമണിയായ ഗുരുവിനെ കീഴടക്കുകയോ അജയനായ ബാബരെ ജയിക്കുകയോ മഹാരാജാവിനെ പോലും നിയന്ത്രിക്കുകയോ. രാജ്യം അപകടത്തിലേക്ക് ചെന്നെടുക്കുമ്പോൾ ബുദ്ധി ഉപദേശിച്ച് നേർവഴി കാണിക്കേണ്ടത് അടിയന്റെ കടമയല്ലേ? എന്തപകടം? കാനനവാസിയായ മണികണ്ഠൻ മായാവിയാണ്. ഏതോ ദുർമന്ത്ര പ്രയോഗത്തിലാണ് അവൻ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തുന്നത്. നാളെ അവൻ രാജ്യം കീഴടക്കും, രാജാവിനെ കീഴ്പ്പെടുത്തും, അവിടുത്തെ അരുമപുത്രനെ ഇല്ലായ്മ ചെയ്യും. നമുക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾക്കുമ്പോ പൊള്ളുന്നതായിരിക്കും സത്യം, നടപ്പാക്കിയാൽ അമൃതാവും സത്യം. കാലങ്ങളായി അവിടുത്തെ സേവ ചെയ്യുന്നവരാണ് ഞാൻ. ഈ രാജ്യം അധപ്പതിച്ചുകൂടാ, രാജാവെ അപകടപ്പെട്ടുകൂടാ, കുമാരൻ തുറങ്കിൽ അടയ്ക്കപ്പെട്ടുകൂടാ. ഇതൊക്കെ സംഭവിക്കും. ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അടിയൻ ഉപദേശിക്കുന്നത്. ഒരുവൻ കുടുംബത്തിന് ദ്രോഹമായാൽ അവനെ ഇല്ലായ്മ ചെയ്യണം. കുടുംബം ദേശത്തിന് ദ്രോഹമായ കുടുംബത്തെ, ദേശം രാജ്യത്തിന് ദ്രോഹമായാൽ ദേശത്തെ. രാജനീതി നടപ്പാക്കണം. അവിടുന്ന് മാത്രമാണ് ശരണം. ശരിയായ തീരുമാനമെടുത്താൽ നാളെ ലോകം അവിടുത്തെ വാഴ്ത്തും. പന്തളം കൊട്ടാരത്തെ രക്ഷിച്ചതിനെ പ്രജകൾ മാത്രമല്ല, ദേവാദി ദേവകൾ പോലും അവിടുത്തെ അംഗീകരിക്കും. നാം എന്താണ് ചെയ്യേണ്ടത്?
നടക്കേണ്ടത് തന്നെ നടക്കണം. അവതാര ലക്ഷ്യം നടപ്പിലാക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് നല്ലവളും വാത്സല്യനിധിയുമായ രാജ്ഞി ഉപജാപത്തിൽപ്പെട്ടത്. അത്രയും കാലം സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെ വളർത്തിയ മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കാനുള്ള മാർഗമായി മഹാറാണി വയറുവേദന അഭിനയിച്ചു. വയറുവേദന വന്നാ എന്തിനാ കാട്ടി പോണേ? മരുന്നിന്. ഇതൊരു സാധാരണ വയറുവേദനയല്ല, കൊട്ടാരത്തിലെ സകല വൈദ്യന്മാര് ചികിത്സിച്ചിട്ടും മാറാത്ത വയറുവേദന. ഒടുവിൽ അന്യദേശത്ത് നിന്ന് മറ്റൊരു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. പുലിപ്പാലോ? കാട്ടിൽ പോകാം, പുലിയെ വേട്ടയാടാം. പക്ഷെ പുലിയെ കൊണ്ടുവന്ന് പാല് കറക്കുക അസാധ്യം. അതുകൊണ്ടാണ് അടിയൻ ഉണർത്തിയത് അസാധ്യമെന്ന്. മഹാദേവ, ഇതെന്തൊരു പരീക്ഷണം! ഈശ്വരന്റെ പരീക്ഷണങ്ങളെ നേരിടാനുള്ള കരുത്ത് അദ്ദേഹം തന്നെ തരും തിരുമനസേ. കുമാര, അമ്മ തിരുമനസിന്റെ അസുഖം മാറ്റാൻ പുത്രൻ ബാധ്യസ്ഥനാണ്. പുലിയെ കൊണ്ടുവരാൻ അടിയനെ അനുവദിക്കണം പ്രഭോ. പണികണ്ട, വേണ്ട. കുമാരനത് വേണ്ട. വേണം. അസാധ്യമായത് ഞാൻ പറയാറില്ലല്ലോ തിരുമനസേ. മറ്റെല്ലാ സന്ദർഭങ്ങളും കുമാരന് നാം അവസരങ്ങളായി നൽകിയിട്ടില്ലേ? എന്നാൽ ഈ ഒരു കാര്യത്തിൽ വേണ്ട. ഇത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം, അമ്മയുടെ കാര്യം. നമ്മെ ഇങ്ങനെ വിഷമഘട്ടത്തിലാക്കല്ലേ കുമാര. കാട്ടിൽ മേഞ്ഞു നടക്കുന്ന ക്രൂരമായ പുലിക്കൂട്ടങ്ങളിലേക്ക് ഇല്ല, നാം നമ്മുടെ കുമാരനെ പറഞ്ഞയക്കില്ല. വേണ്ട. പുലികളും ഈശ്വര സൃഷ്ടി തന്നെയല്ലേ. അവയ്ക്കുള്ളിൽ കുടികൊള്ളുന്ന ജീവനും ഈശ്വര ചൈതന്യം തന്നെയാണ്. ശരീരബലം കൊണ്ട് പറ്റാത്തത് മനോബലം കൊണ്ട് പറ്റും തിരുമനസേ. ആത്മാവ് ആത്മാവിനെ തിരിച്ചറിയുന്ന മനോവ്യാപാരം. നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കണം തിരുമനസേ. മണികണ്ഠന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കണം. വാവർ, ഏത് യുദ്ധക്കളത്തിലും മുട്ടുമടക്കിയിട്ടില്ലാത്ത വാവർ മണികണ്ഠന്റെ മുമ്പിലാണ് നമസ്കരിച്ചത്. നമുക്കറിയാം ആ ആത്മഫലം. കുമാരന് കാട്ടിൽ പോകാൻ അനുവാദം കൊടുക്കണം. നമ്മുടെ പുത്രവാത്സല്യം അതിനനുവദിക്കുന്നില്ല. വാത്സല്യം കർമ്മനിർവഹണത്തിന് തടസ്സമാവരുത്. അസാധ്യമായ കർമ്മം നിർവഹിക്കുന്നത് എങ്ങനെ? മണികണ്ഠകുമാരന് അസാധ്യമായി മണ്ണിലോ വിണ്ണിലോ ഈ 14 ലോകത്തിലോ ഒന്നുമില്ല. എങ്കിൽ നാമും നമ്മുടെ സകല സേനയും കൂടെ വരാം, അനുഗമിക്കാം. പാടില്ല പ്രഭു. ഈയുള്ളവനെ നിക്ഷിപ്തമായ കർമ്മനിർവഹണത്തിന് അനുവദിച്ചാലും. കുമാരൻ ഒറ്റയ്ക്ക്? ഒരാൾ തുണ ആവശ്യമായിരുന്നെങ്കിൽ അടിയനല്ലേ ആദ്യം പോവുക. അടിയൻ അറിയാം മണികണ്ഠനെ, എന്റെ തമ്പുരാനെ. പന്തള രാജാവ് മനംനൊന്ത് പ്രാർത്ഥിച്ചു. എന്റെ ഭഗവാനെ, മണികണ്ഠനെ കാത്തുരക്ഷിക്കണേ. പ്രാർത്ഥന കേൾക്കേണ്ട ഭഗവാൻ തന്നെയല്ലേ മണികണ്ഠ രൂപത്തിൽ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ താരക ബ്രഹ്മമൂർത്തിയുടെ ലീലാവിലാസങ്ങൾ. പുലിപ്പാലിന് പോയപ്പോഴല്ലേ മഹിഷി നിഗ്രഹം നടന്നത്? അതെ. ആരാണ് ഈ മഹിഷി? മഹിഷാസുരന്റെ സഹോദരി. പോത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള മഹിഷി. അത് ശരി, പോത്തിനെ കൊല്ലാനാണോ നിങ്ങളുടെ ഈശ്വരൻ അവതരിച്ചത്? അതിനൊരു കശാപ്പുകാരൻ പോരെ? മഹത്തായ വേദവാക്യങ്ങളെ ലാളിത്യ ഭംഗിയോടെ മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാൻ മഹാന്മാർ ഉപയോഗിച്ച മാർഗങ്ങൾ തന്നെയാണ് ഈ മഹിഷി എന്ന പ്രയോഗവും. പോത്തെന്നാൽ ചിന്താശക്തിയില്ലാത്ത ശരീരശക്തി മാത്രമുള്ള ഒരു ജന്തു, തമസിന്റെ പ്രതീകം, തിന്മയുടെ ജീവരൂപം, ഇരുട്ട്. ആ ഇരുട്ടിനെയാണ് മഹിഷിയായി ചിത്രീകരിച്ചത്. സർവലോക നായികയായി നാം സംപ്രീതയായിരിക്കുന്നു. പറയൂ, എന്റെ ഭക്തരായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നാം തടഞ്ഞിട്ടും പന്തളവാസികൾ നാരായണനാമവും ശിവനാമവും ഉരുവിടുന്നുണ്ട്. കീഴടക്കണം. പന്തള രാജവാസികളുടെ മനസ്സ് കീഴടക്കണം. അന്ധകാരത്തിന്റെ സന്ദേശം അവരിൽ നിറയ്ക്കണം. അവരീ മഹിഷിക്ക് മുന്നിൽ മുട്ടുകുത്തണം. എന്റെ തൃപ്പാദങ്ങളിൽ പൂജ ചെയ്യണം. മഹിഷിക്കും നമസ്കാരം. അതെന്താ മഹിഷിക്കും നമസ്കാരം? സകല ചരാചരങ്ങളിലും ഈശ്വര ദർശനം നടത്തുന്നവനാണ് ഈയുള്ളവൻ. അതുകൊണ്ടാണ് മറ്റുള്ളതൊക്കെ പോലെ മഹിഷിക്കും നമസ്കാരം എന്ന് പറഞ്ഞത്. നമസ്കാരം സ്വീകരിക്കാൻ ഞാൻ മാത്രമാണ് യോഗ്യ. ഞാനാണ് ഈശ്വരൻ, സർവേശ്വരി.
പറയൂ, ആരാണ് നീ? പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്, മണികണ്ഠൻ. പന്തളം രാജ്യക്കാർ മഹിഷിയെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. നീ നമുക്ക് പൂജ ചെയ്യാൻ വന്നതാണോ? മഹിഷിക്കും പൂജ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വീണ്ടും അത് തന്നെ, മഹിഷിക്കും. വേറെ ആർക്കാണ് നീ പൂജ ചെയ്യുക? സർവേശ്വരന്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ദിവ്യ തേജസ്സിന്. വെളിച്ചമല്ല, ഇരുട്ടാണ് സൃഷ്ടിയുടെ ഹേതു. തമസാണ് സർവവും. പ്രകാശം തെളിയുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നു. അപ്പോൾ ഇരുട്ടിന് പ്രകാശത്തെ ഭയമല്ലേ? ആ പ്രകാശത്തെ ഊതിക്കെടുത്ത് ഞാൻ. അസാധ്യം. നിത്യേന പ്രകാശം പരത്തുന്ന സൂര്യനെ അണയ്ക്കാൻ മഹിഷിക്ക് പറ്റുമോ? കോടാനുകോടി നക്ഷത്രങ്ങളെ പ്രഭ മറയ്ക്കാൻ മഹിഷിക്കാവുമോ? സർവ്വതിന്റെയും കാര്യകാരണമായ ദിവ്യ തേജസ്സിനെ ഇല്ലാതാക്കാൻ മഹിഷിക്ക് കഴിയുമോ? കഴിയും. മഹിഷിക്ക് മാത്രമേ കഴിയൂ. അത് വെറും കണ്ണടക്കിലാണ്. കൺപോളകളടച്ച അന്ധകാരത്തെ സൃഷ്ടിക്കുക. അന്ധകാരം മാത്രമാണ് സത്യം. അന്ധകാരമാണ് ഞാൻ. ഞാൻ മാത്രമാണെല്ലാം. ഞാൻ ഒരിക്കലും വെളിച്ചത്തെ കണ്ടിട്ടില്ല, അംഗീകരിക്കില്ല. ഞാനെന്ന ഭാവം തന്നെയാണ് വെളിച്ചത്തിന്റെ ശത്രു. അഹം ഇല്ലാതാവണം. അഹം ബ്രഹ്മാസ്മി. അപ്പോൾ മാത്രമാണ് പ്രകാശ ദർശനം. ആ പ്രകാശത്തിന് മാത്രമേ പൂജകൾ സ്വീകരിക്കാൻ അവകാശമുള്ളൂ, പ്രസാദിക്കാനാവുള്ളൂ. നീ ധിക്കാരം പറയുന്നു. വർഷങ്ങളായി ഞങ്ങൾ മഹിഷി ദേവി ആരാധിക്കുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നു. ഹേ മുനുമാരെ, നിങ്ങൾ മുനുമാരെന്ന് വിശേഷിപ്പിക്കാൻ തന്നെ യോഗ്യരല്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട്? ഭൗതിക സുഖങ്ങളിൽ ആസക്തരാവാതെ ലോക നന്മയ്ക്കായി യജ്ഞം ചെയ്യേണ്ടവരാണ് ഋഷിമാർ. അവർ സത്യത്തെയാണ് ആരാധിക്കേണ്ടത്. ആ സത്യമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഗുരുസ്ഥാനീയരായ നിങ്ങൾ ഭൗതിക സുഖങ്ങളിൽ ആരാടി പേഴ്ച്ചു പോകരുത്. ലോകം അധപ്പതിച്ചു പോകും. നിർത്തൂ നിന്റെ ധിക്കാരം. എന്റെ പാദപൂജ ചെയ്യാത്തതൊന്നും നിലനിൽക്കാൻ അവകാശമില്ല. നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഞാൻ പാദപൂജ ചെയ്യാൻ തയ്യാറാണല്ലോ. സ്വീകരിക്കാൻ മഹിഷി തയ്യാറാണോ? സ്വീകരിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. വളരെ സന്തോഷം. ഓം ശിവായ നമഃ. ഓം ശിവപുത്രായ നമഃ. ഓം വിഷ്ണുസുതായ നമഃ. ഓം ശിവായ നമഃ. ഓം ശിവപുത്രായ നമഃ. ഓം വിഷ്ണുസുതായ നമഃ. എന്താ മഹിഷി? ഞാൻ പൂക്കളർപ്പിക്കുകയാണ്. നീ ഏതോ മന്ത്രവാദിയാണ്. പ്രപഞ്ചേശ്വരായ മഹിഷിക്ക് മന്ത്രവാദിയായ ഭയമോ? പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുവായ ഓംകാര മന്ത്രത്തെയാണ് നാം ഉപാസിക്കുന്നത്. എന്റെ കാലുകൾ പൊള്ളുന്നു, ശരീരം നീറി പുകയുന്നു. സത്യത്തിന്റെ വെളിച്ചം അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യും മഹിഷി. അന്ധകാരത്തിന് തടവറയിൽ നിന്നും നാം നിന്നെ മോചിപ്പിക്കാൻ പോവുകയാണ്. മണികണ്ഠ, ഹരിഹരസുധ, എനിക്ക് അവിടുത്തെ തിരിച്ചറിയാനാകുന്നു. എന്റെ അഹങ്കാരം മാറി തമസൊഴിഞ്ഞു. കാമാന്ധയായ ഞാൻ സത്യദർശനത്തിന് അശക്തയായിരുന്നു. ഇപ്പോൾ ശങ്കരനാരായണ ദർശനത്താൽ സർവമുക്തിയായി. അനുഗ്രഹിച്ചാലും ദേവാ. ദേവി, എന്റെ അവതാര ലക്ഷ്യം നിറവേറി. സത്യത്തിൽ നിന്ന് രജസിലേക്കും ക്രമേണ തമസിലേക്കും പതിച്ച മാനവകുലത്തെ ജ്യോതിസിലേക്ക് കരകയറ്റുവാനാണ് ഞാൻ അവതരിച്ചത്. സർവ്വ പ്രാണികുലത്തിനും ഇഷ്ടവരദായിനിയായി എന്നോടൊപ്പം വാഴുക. സ്വസ്തി 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 സ്വസ്തി.
മനസ്സെന്ന കാനനത്തിലെ മഹിഷി എന്ന അന്ധകാരത്തെ അകറ്റി അവിടെ വെളിച്ചം നിറയ്ക്കുകയായിരുന്നു സ്വാമി അയ്യപ്പൻ. ഇന്നും അയ്യപ്പന്റെ സാന്നിധ്യം അതാണ് നിർവഹിക്കുന്നത്. നിന്ദിക്കുന്നവർക്കും വെളിച്ചമേകുമല്ലേ അയ്യപ്പൻ? നിന്നയും ഒരു കണക്കിന് മറ്റൊരു ഭക്തിയാണെന്ന് പറയാം. പൂർണ്ണമായി അറിയാനുള്ള ആഗ്രഹം നിന്നയായി പുറത്തു വരുന്നു. അറിയുമ്പോൾ സാഷ്ടാംഗം വീഴുന്നു. എത്ര അനുഭവങ്ങൾ. അനുഭവം ഗുരുവിനെ ഏറ്റിട്ടുണ്ടല്ലേ പോലീസായപ്പ? ഇക്കാര്യത്തിൽ എനിക്കൊരു അനുഭവമില്ല. മണികണ്ഠന്റെ അവതാര ലക്ഷ്യം മഹിഷി നിഗ്രഹമായിരുന്നെങ്കിലും പുലിപ്പാലിനായല്ലേ കാട്ടിൽ പോയത്? അതെ, അവതാരോദ്ദേശം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഒരു പറ്റം പുലികളുമായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. മണികണ്ഠനിലെ അമാനുഷിക പരിവേഷം തിരിച്ചറിഞ്ഞ സകലരും ആ തിരുമുമ്പിൽ നമസ്കരിച്ചു നിന്നു. അമ്മ മഹാറാണിയും മന്ത്രിയും സേനാനായകനും ഹൃദയഭേദകമായ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഈ അമ്മ ചെയ്തത്. നാം അറിയുന്നു അവിടുത്തെ തേജോമയ രൂപം. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ നാം ജീവിക്കാൻ പോലും അർഹയല്ല. അമ്മ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവതാര ലക്ഷ്യം പൂർത്തിയാകേണ്ട സമയമായപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഒരുങ്ങുക മാത്രമാണ് ചെയ്തത്. മണികണ്ഠ, ഈ പാപികളോട് പൊറുക്കില്ലേ? പാപങ്ങളിൽ നിന്ന് മുക്തി നൽകുവാനാണ് മണികണ്ഠ അവതാരം. ഭഗവാനെ, ഈ ഉള്ളവൻ അവിടത്തേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, നമ്മെ പോകാൻ അനുവദിച്ചാലും. പോകയോ? എങ്ങോട്ട്? അവതാര ലക്ഷ്യം പൂർത്തിയായി. നമുക്കിനി ഇവിടെ നിൽക്കാനാവില്ല. പോകരുത് ഭഗവാനെ, ഈ ഉള്ളവനെ വിട്ട് പോകരുത്. പന്തളത്തെയും കൊട്ടാരവാസികളെയും നാം ഒരിക്കലും വിട്ടുപോകില്ല. ഇവിടം എന്നോണം എല്ലായിടത്തും നാം നിറഞ്ഞു നിൽക്കും. എവിടെയാണോ നാം കുടിയിരിക്കുന്നതെന്ന ദർശനം അവിടത്തേക്കുണ്ടാവും. അപ്പോൾ അവിടെ വന്നുകൊള്ളുക. അയ്യപ്പ, ഈ വേർപാട് അടിയന് താങ്ങാനാവുന്നില്ല. കാലമുള്ളിടത്തോളം വാവർ നമ്മോടൊപ്പം ഉണ്ടാകും. എരുമേലയിൽ കുടിയിരുന്ന് നമ്മെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ദർശനമേകി സർവ്വചരാചരങ്ങളും ഒന്നെന്ന മഹാവാക്യ സായുജ്യം നൽകണം. എന്റെ മണികണ്ഠ, കേരളക്കരയാകെ ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്ത് ധർമ്മ പുനഃസ്ഥാപനം നടത്തിയ പരശുരാമ ഭഗവാൻ ശബരിമലയിൽ ധ്യാനനിമഗ്നനായിരുന്നു. അദ്ദേഹം എന്താഗ്രഹിച്ചുവോ അത് നിറവേറ്റുവാനായി സാക്ഷാൽ അയ്യപ്പസ്വാമി അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. താരക ബ്രഹ്മമൂർത്തിക്ക് പ്രണാമം. പരശുരാമ ഭഗവാനും പ്രണാമം. യുഗങ്ങളായി അവിടുത്തെ ആഗമനത്തിനായി കാത്തിരിക്കുകയായിരുന്നു നാം. 33 കോടി ദേവതകളുടെയും ബ്രഹ്മചൈതന്യത്തെ വിഗ്രഹ ചൈതന്യത്തിലേക്ക് കൂടി പകരാൻ കഴിഞ്ഞ അങ്ങയുടെ തപോബലം ഒന്നു തന്നെയാണ് നമ്മെ ഈ തിരുമുന്നിലെത്തിച്ചത്. പുത്ര, ധന്യമായി. സ്ഥിതിയുടെ കാരണമൂർത്തിയായ നാം കാലങ്ങളായി ധർമ്മ പുനഃസ്ഥാപനാർത്ഥം ഭൂസംരക്ഷണത്തിനായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ദൈവപ്രതിഷ്ഠകൾ നടത്തിവരികയായിരുന്നു. കലിയുഗത്തിന്റെ മായാബന്ധത്താൽ ആകൃഷ്ടരായ ഭൂവാസികൾ ധർമ്മം വെടിഞ്ഞ് മോക്ഷപ്രാപ്തിക്ക് യോഗ്യരല്ലാതാകുമ്പോൾ അവിടുന്നല്ലാതെ ആരാണ് അവർക്ക് ആശ്രയം? കലിയുഗ വരദനായി ഈ ശബരിഗിരി ശൃംഗത്തിൽ അവിടുന്ന് കുടികൊള്ളണം. ദർശന പുണ്യമേകി ജീവരാശിയെ ധർമ്മപരിവേഷത്തിൽ തന്നെ നിലനിർത്തണം. അവിടുത്തെ ഇംഗിതം പോലെ ഭവിക്കും. മണ്ഡലകാല വ്രതശുദ്ധിയോടെ ബ്രഹ്മചര്യം ആചരിച്ച് മായാമുക്തരായി പുണ്യപാപങ്ങളാകുന്ന ഇരുമുടിക്കെട്ടേന്തി സപ്തശുദ്ധിയുടെ പമ്പാസ്നാനം ചെയ്ത് ഭക്തിയുടെ ഉത്തംഗശൃംഗമായ മലമുകളിലെത്തുമ്പോൾ സകല വേദോപരിഷത്തുകളുടെയും അന്തസാരം ഉൾക്കൊണ്ട് കയറേണ്ട പടികളുടെ 18 പുരാണങ്ങളും താണ്ടിയെത്തുമ്പോൾ അറിയും പരബ്രഹ്മമായ നാമം ജീവാത്മാവായ ഭക്തനും ഒന്നെന്ന്. തത്വമസി 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 തത്വ. ഗിരിനിരകൾ കാവൽ നിൽക്കുന്ന ഈ ധന്യഭൂമിയിൽ 18 പടികൾക്ക് മുകളിൽ തന്നെ ക്ഷേത്രം പണിയണം. 12 സംവത്സരങ്ങൾ നമ്മുടെ താതനായി കഴിഞ്ഞ പന്തളം മഹാരാജൻ പരിവാരങ്ങളോടൊപ്പം ഇവിടെ എത്തും. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. അതിനുള്ള ജ്ഞാനദർശനം അദ്ദേഹത്തിനുണ്ടാവും.
നാം ദർശിച്ചു. അയ്യപ്പൻ നമുക്ക് ദർശനം തന്നു. പമ്പാനദിയുടെ കരയിൽ ശബരിമലയിൽ നമ്മുടെ മണികണ്ഠനുണ്ട്, സ്വാമി അയ്യപ്പനുണ്ട്. 41 ദിവസത്തെ മണ്ഡല വ്രതമെടുത്ത് ഇരുമുടി കെട്ടി നമുക്കവിടെ പോകണം. അയ്യപ്പ വിഗ്രഹം കാണണം, നെയ്യഭിഷേകം ചെയ്യണം. അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. രാജാവും പരിവാരങ്ങളും തന്ത്രിമുഖ്യനും കൂടി ശബരിമലയിലെത്തി. ആ തേജോമയ വിഗ്രഹം കണ്ടെത്തി അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. മനസ്സാകുന്ന നാളികേരത്തിൽ ഭക്തിയാകുന്ന നറുനെയ് നിറച്ച് അഭിഷേകം ചെയ്തു. അന്ന് ആരംഭിച്ച നെയ്യഭിഷേകം ഇന്ന് ജനകോടികളുടെ നെയ്യഭിഷേകമായി മാറിയിരിക്കുന്നു. നോമ്പ് നോറ്റും ഇരുമുടിയെടുത്തും 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹം കൊണ്ട് വാരിപ്പുണരുന്നു അയ്യപ്പൻ. അയ്യോ അയ്യോ, ഇങ്ങോട്ട് വന്നേ. എന്താ സ്ഥാപിച്ചിരിക്കുന്നത്? ഞാൻ എന്തൊരു ഞാന്, ഈ ചെറിയ ബോൾട്ട് ലൂസായിരുന്നു, ഇതൊന്നും മുറിക്കാൻ മതിയായിരുന്നു. അതിനാണ് ഞാനിതെല്ലാം അഴിച്ച് പുറത്തേക്ക് എടുത്തിട്ടത്. അയ്യോ, അതെ, ഈ ഒരു നട്ട് ശരിയാക്കി തരാം. ഓൺലി 1 മിനിറ്റ്. ഞാനെന്ന ബോധം അഹങ്കാരമുണർത്തുന്നു. സത്യമായ ഈശ്വരൻ തന്നെയാണ് ഞാനെന്ന അറിവ് ഏതൊരുവനും മുക്തി നൽകുന്നു. ഗുരുസ്വാമി, ഗുരുസ്വാമി, ആ. വണ്ടി റെഡിയായി. സ്വാമി ശരണമയ്യപ്പ. അയ്യപ്പനും നന്ദി. വരിക. സ്വാമി വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ആ, അയ്യപ്പ സ്വാമിയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. വലിയ ഉപകാരം. അയ്യപ്പന്മാരുടെ വണ്ടി നിന്നക്കം കിട്ടിയത് എന്റെ ഭാഗ്യമല്ലേ? പറയൂ, എത്ര രൂപയാ വേണ്ടത്? എന്ത് റിപ്പയർ കൂലി? അയ്യപ്പന്മാരുടെ വണ്ടി നക്കിന് കൂലി വാങ്ങിയാൽ ഞാൻ മനുഷ്യനാണോ? എനിക്കൊന്നും വേണ്ട സ്വാമി. അങ്ങനെ പറയരുത്. ഇത് താങ്കളുടെ കർമ്മമല്ലേ? മാധവന് കർമ്മത്തിന് ഫലം വേണ്ട, അയ്യപ്പനുള്ള പൂജയാണത്. സ്വാമിക്കറിയോ, നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എനിക്ക്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലായിരുന്നു. തിന്നുക, കുടിക്കുക, എവിടെയെങ്കിലും കിടക്കുക. ഗുരുസ്വാമി എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ മദ്യപിക്കില്ല. ഇന്ന് തൊട്ട് എനിക്ക് നോമ്പാ. ഞാനും പോകും മലയ്ക്ക്. എനിക്ക് കാണണം അയ്യപ്പനെ, എന്റെ മണികണ്ഠനെ. സ്വാമിയേ 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 സ്വാമിയേ. സ്വാമിയേ, ഈ പുണ്യപമ്പാ നദീതീരത്ത് വീണ്ടും വരാൻ ഭാഗ്യം നൽകിയതിന് എങ്ങനാ നിന്നോട് നന്ദി പറയേണ്ടത്? സ്വാമിയേ ശരണമയ്യപ്പ. ഭക്തിയില്ലാത്തവർക്ക് കുളിയും പാടില്ലെന്നുണ്ടോ ഗുരുസ്വാമി? അധികം വാചകം എടുക്കാതെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? നിന്റെ അച്ഛന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഡ്യൂട്ടി കയറാൻ. വേഗം വാ. പതുക്കെ സൂക്ഷിച്ചു വാ. വാ 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 വേഗം. പോലീസായപ്പം പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട, ഞാൻ കേറി ഇവിടെ ഇരിക്കുകയും ചെയ്തു. ഇനി ഞാൻ പറയുന്നത് പോലീസായപ്പൻ അനുസരിക്കണം. ഇറങ്ങി വാ. എനിക്ക് വെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റില്ല. നീ കൈവിട്. മണിക്കുട്ട കൈവിടാൻ. മണിക്കുട്ട നീ കൈവിട്. മാമന്റെ മോനാ വിളിക്കുന്നെങ്കി മാമൻ ഇറങ്ങില്ലേ? ഞാനും മോനാന്ന് വിചാരിച്ചോ? എനിക്ക് നീയും നിനക്ക് ഞാനും പോരെ? അതുപോരാ, നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരാൾ വേണം. ഒരു മണികണ്ഠൻ, നല്ല മിടുമിടുക്കൻ. അവൻ രമേശേട്ടന്റെ തോളി കയറി ആന കളിക്കണം. നിക്കടാ മോനെ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിക്കോട്ടെ.
നീ പറഞ്ഞിട്ടാ അയ്യപ്പ കുളിക്കാൻ മടിച്ചിരുന്ന പോലീസ് ഏപ്പൻ ഇപ്പൊ ഇത് പമ്പേന്ന് കരക്കയറാൻ മനസ്സില്ല. മതി മണിക്കുട്ട. അതാണ് പമ്പ. സ്നേഹം കൊണ്ട് വാരിപ്പുണരും, പുണ്യം നൽകി മനസ്സ് നിറയ്ക്കും. പോലീസ് അയ്യപ്പ, ഞങ്ങള് മല ചവിട്ടിക്കോട്ടെ, നിങ്ങള് ഗണപതി അമ്പലം വരെയല്ലേ ഉള്ളൂ. ഇനി എപ്പോഴാ കാണാം? അയ്യപ്പൻ അനുവദിച്ചാൽ എപ്പ വേണമെങ്കിലും കാണാം. അനുവദിച്ചിരിക്കുന്നു. ശ്രുതി, നിങ്ങൾ അച്ഛനും മകനും മതിയാവോളം കുളിച്ചിട്ട് കയറിയാ മതി, ഞങ്ങള് മല ചവിട്ടിക്കോട്ടെ. ആ ശരി സ്വാമി. സ്വാമിയേ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ. കുളി കഴിഞ്ഞപ്പോ എന്തൊരു സുഖ. അതാ പറയുന്നത് ചെറിയവർ പറയുന്ന അനുസരിക്കണം. സത്യം പറഞ്ഞ നിന്നെ പിരിഞ്ഞു പോകാൻ മനസ്സ് വരുന്നില്ല. എന്തിനാ പിരിയുന്നേ? ഞാൻ പോരാ പോലീസ് മാമന്റെ കൂടെ. നിന്നെ പോലൊരു മോനുണ്ടാവാൻ എത്ര വർഷം ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അറിയോ? വാ ചേട്ടാ, ഞാനിവിടെ ഡ്യൂട്ടിക്ക് വന്ന പോലീസാ. ഈ ബാഗ് കുറച്ച് സമയം ഇവിടെ വെച്ചോട്ടെ? അതിനെന്താ സാർ, അങ്ങോട്ട് വെച്ചോളൂ. മണിക്കുട്ടാ, നല്ല തിരക്കുണ്ട്, കൈ ശരിക്കും പിടിച്ചോ. ആ വിടല്ലേ, വിടല്ലേ. മണിക്കുട്ടാ, മണിക്കുട്ടാ. മണിക്കുട്ടാ, മണിക്കുട്ടാ. മണിക്കുട്ടാ. വിനയസ്വാമി, മണിക്കുട്ട കണ്ടോ? അല്ല, മണിക്കുട്ടൻ പോലീസ് അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് പമ്പേന്ന് വരുന്ന വഴി തിരക്കില് കുട്ടി കൂട്ടം തെറ്റി പേടിച്ച് നിൽക്കണുണ്ടാവും. എല്ലാരും ഒന്ന് പോയി നോക്കുക, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അത് കഴിഞ്ഞ് മതി അനൗൺസ്മെന്റ്. ശരി സ്വാമി. മണിക്കുട്ടാ, മണിക്കുട്ടാ, മണിക്കുട്ട മണിക്കുട്ടാ, 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 മണിക്കുട്ടാ. മണിക്കുട്ടാ, മണിക്കുട്ടാ. സ്വാമിമാരെല്ലാരും കൂടെ നീങ്ങി നീങ്ങി. ആ അയ്യോ രമേശൻ, നീ എങ്ങനെ ഇവിടെ? നീ എന്താ ഇവിടെ? യുക്തിവാദി എന്താ ശബരിമല? ശബരിമല എന്ന് കേട്ട ഹാലിളകുന്ന നീ ഇപ്പൊ ശബരിമല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മണിക്കുട്ടൻ, മണിക്കുട്ടൻ, നിനക്കെന്താ പനിയുണ്ടോ? നല്ലപോലെ ചൂടുണ്ടല്ലോ. എടാ, അവൻ ഇവിടെ വരെ എത്തിച്ച ഇപ്പൊ അവനെ കാണാനില്ല. ഏത് മണിക്കുട്ടൻ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ ഡ്യൂട്ടിയുള്ള നിന്റെ ഏട്ടനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു നീയല്ലേ എന്റെ കൂടെ ബസ്സിൽ കയറ്റി വിട്ടത്? എനിക്ക് ചേട്ടനും ഇല്ല അനിയനും ഇല്ല, ഞാൻ ഒറ്റ മോനല്ലേ. ദിനകര, നീ തമാശ കളി. മണിക്കുട്ടൻ ഞാൻ ഇവിടെ വരെ എത്തിച്ച ഇപ്പൊ അവനെ കാണാതെ ഗുരുസ്വാമി ഞങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുക. യുക്തിവാദം മൂത്ത് ഇപ്പൊ ഭ്രാന്തുവായോ? ദിനകര, നീ എന്നെ കളിയാക്കരുത്. ഞാൻ നിന്ന് വേവാണ്. എനിക്കൊരു അബദ്ധം പറ്റി. തിക്കിലും തിരക്കിലും പെട്ട് കൂട്ടം തെറ്റി. എന്റെ നോട്ട പശക. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ കളിയാക്കിയതല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിയിലാണ്. ദിനകര, നീ എന്റെ സമനില തെറ്റിക്കരുത്. ഗുരുസ്വാമി, 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 ഈ ദിനകരനല്ലേ മണിക്കുട്ടൻ എന്നെ ഏൽപ്പിച്ചത്? എന്നിട്ടല്ലേ അവൻ നമ്മുടെ കൂടെ വന്നത്? ഇപ്പൊ അവൻ അറിയില്ല. സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല സ്വാമി. പോലീസ് അയ്യപ്പനല്ലേ രണ്ടുപേരും ഞങ്ങളുടെ ബസ്സേ കയറ്റിയത്, എന്നിട്ടിപ്പോ അറിയില്ല എന്ന് പറഞ്ഞ ഭഗവാനെ.
ഞാൻ എന്റെ അച്ഛന്റെ തെറ്റിയല്ലോ. ഈ നേരം വരെ സ്വന്തം മകനെ പോലെ മടിയിലിരുത്തി താലോലിച്ചും ദേഷ്യപ്പെട്ടും സാക്ഷാൽ താരക പരബ്രഹ്മമൂർത്തിയെ കൊണ്ടു നടക്കാൻ ഭാഗ്യം കൈവന്ന് അവിടുന്ന് അനുഭവിച്ചത് എത്ര ജന്മത്തിന്റെ സുഹൃത. ഞാൻ അവിടുത്തെ പാദം ഒന്ന് വന്നിച്ചോട്ടെ. അയ്യോ ഗുരുസ്വാമി, ഗുരുസ്വാമി, എനിക്ക് 18 പടി കയറണം. സാഷ്ടാംഗം വീണു സമസ്ത അപരാധവും ഏറ്റു പറയണം. എന്റെ അയ്യപ്പ, വീരമണി കണ്ട എന്റെ മണിക്കുട്ട, എന്റെ മണിക്കുട്ട, സ്വാമിയേ ശരണയ്യപ്പ. ദൈവനിന്ദയിൽ ബാല്യം കഴിഞ്ഞുപോയി, കൈതൊഴാതെന്റെ യൗവനം തീർന്നുപോയി. ദൈവനിന്ദയിൽ ബാല്യം കഴിഞ്ഞുപോയി, കൈതൊഴാതെന്റെ യൗവനം തീർന്നുപോയി. ശിഷ്ടമുള്ളൊരൻ പുണ്യദിനങ്ങളാൽ അർച്ചനം ചെയ്തിടട്ടെ ഞാൻ അയ്യനേ. ദൈവനിന്ദയിൽ ബാല്യം കഴിഞ്ഞുപോയി. കണ്ണിനായി വേണ്ട കാഴ്ചയില്ലാതെ പോയി, കാതിനോ വേണ്ട കേൾവിയില്ലാതെ പോയി. ഹരിവരാസനം പാടാത്ത സന്ധ്യകൾ ഇനി വരാത്ത പോൽ പാഴായി മറഞ്ഞു പോയി. മാമലവരെ പോരാൻ മറന്നുപോയി, മാനുഷത്വമോ പേരിന്നു മാത്രമായി. ദൈവനിന്ദയിൽ ബാല്യം കഴിഞ്ഞുപോയി, കൈതൊഴാതിൻ്റെ യൗവനം തീർന്നുപോയി. എന്റെ മാനസം പുഷ്പമായി ഏൽക്കണേ, എന്റെ നോവുകൾ തീർത്ഥമായി മാറണേ. എന്റെ നെഞ്ചിലെ പൊന്നമ്പലത്തിൽ നീ പന്തളത്തോമലായി കളിക്കണേ. എന്റെ കണ്ഠത്തിലൂടെ ഒഴുകുമീ പാഴ്സ്വരം സാമഗാനമായി മാറ്റണേ. ദൈവനിന്ദയിൽ ബാല്യം കഴിഞ്ഞുപോയി, കൈതൊഴാതെന്റെ യൗവനം തീർന്നുപോയി. ശിഷ്ടമുള്ളൊരൻ പുണ്യദിനങ്ങളാൽ അർച്ചനം ചെയ്തിടട്ടെ ഞാൻ അയ്യനേ. അയ്യപ്പ അയ്യപ്പ പാഹിമാം അയ്യപ്പ പാഹിമാം പാഹിമാം അയ്യപ്പ പാഹിമാം.
ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ തുരഗവാഹനം സുന്ദരാനനം വരഗരായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ഭവഭയാവഹം ഭാവുകാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ